ये बोल देना अभिषेक, तुम बोल देना कि हमारा हनीमून का स्पॉन्सरशिप है बरकत ഏത് ഭാഷ? അത് ഞാൻ പറഞ്ഞു ജാനു. ഇതെന്ത് പറഞ്ഞേ? हिंदी में 2 लाइन അറിയും ഹേ. ഫസ്റ്റ് ക്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സ്കൂൾ ടൈമിൽ? ചിരിക്കുന്ന നോക്കി. അപ്പം ഞാൻ ഭയങ്കര ഫ്രണ്ടായിട്ടാണ് നോറേനെ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നോറയായിരുന്നു. പുറത്തു വന്നപ്പം അതൊക്കെ ഒരു അഭിനയമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി നിന്നു. ഞാൻ വിശ്വസിച്ച് പോയി കുറേ ആൾക്കാരുടെ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം അത് കറക്റ്റ് റിയൽ ആണ് എന്ന് വിചാരിച്ചു. പക്ഷെ അത് ജസ്റ്റ് ഒരു 100 ഡേയ്സിലേക്ക് മാത്രമുള്ളതാണെന്ന് ഷോ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ജാസ്മിന്റെ പേരിൽ ഇത്രയും കോൺട്രവേഴ്സി വരുന്നോണ്ടാണോ ജാസ്മിനെ മാത്രം എടുത്ത് കാണിക്കുന്ന ബിഗ് ബോസ്? ഷോയിൽ തന്നെ ഒരാൾ കണ്ടല്ലോ, സ്ത്രീകളെയും കുട്ടികളെയും ആക്ഷേപിക്കുന്ന കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ഡിസ്ക്രൈബ് ചെയ്യണം, അല്ലാണ്ട് അഭിഷേക് എന്താണ് എന്ന് പറഞ്ഞിട്ടല്ല. ഞാനൊരു ഗേ ആണ്, ബട്ട് ഞാനിത് എങ്ങനെ പുറത്ത് പറയും? ഇത് പറഞ്ഞ വിഷമം എന്താണ്, വീട്ടിലെ പ്രശ്നം, അതുപോലെ തന്നെ സൊസൈറ്റി, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? ഹായ്, ഞാൻ അശ്വതി. ഫെയിം സ്റ്റെപ്പിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് എന്ന് വെച്ചാൽ ബിഗ് ബോസിലെ ഒരു താരമാണ്. മോസ്റ്റ്ലി എനിക്ക് ഒരു ഫേവറേറ്റ് ആണ്. വേറെ ആരുമല്ല, അഭിഷേക്. പുള്ളി അഭിഷേക് ജയതി. ഞാൻ കുറച്ച് ചോദിച്ചു, ഞാൻ മറന്നു. അഭിഷേക് ജയതി. ഓക്കെ, ഹായ്. ഹായ്, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കണം, എല്ലാം നല്ലപോലെ പോകുന്നു. ബിഗ് ബോസിന് ശേഷം റീലൊക്കെ നല്ലപോലെ പോകുന്നു. റീലൊക്കെ ട്രോളും വൈറലൊക്കെ ആയി പോകുന്നു. ഇപ്പോഴും ഒരു ഇങ്ങനെ നിൽക്കുവാണല്ലോ, ട്രോളും കാര്യങ്ങളും കമന്റ്സും. ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഒരു സാധാരണ ബിഗ് ബോസ് ഇറങ്ങുമ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങ് പോകും. പക്ഷെ അഭിഷേക് ഇപ്പോഴാണ് ഒന്ന് എയറിലാവുന്നത്. അതെ, ബിഗ് ബോസിനകത്ത് ഞാൻ കുറച്ച് പാവമായിരുന്നല്ലോ സൈലന്റ്. അപ്പം നമുക്ക് ട്രോൾ ഉണ്ട്. അല്ല, ഞാൻ ആക്ച്വലി പാവമാണ്. അതെ, പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പൊ റീൽസ് എടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് എന്റെ തനി സ്വഭാവം മനസ്സിലാവുന്നത്. അപ്പം തനി സ്വഭാവം അല്ലായിരുന്നു അങ്ങനെയല്ല, അതിലെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് റീൽസിലൂടെയാണ് പറ്റുന്നത് കഴിവുകൾ പുറത്തു വരുന്നത്. ഇനി കുറച്ച് എന്തുവാ മൂവിയിലൊക്കെ ഇത് കിട്ടി അതിലും പോകും കഴിവുകൾ. പിന്നെ ഉറപ്പായിട്ട് വിളിക്കുന്നില്ല, വിളിക്കും ആരെങ്കിലും. സമയമുണ്ട് ദാസ, എല്ലാത്തിനും വേണ്ടിയതായിട്ട് എന്നെയും വിളിക്കണം ആരെങ്കിലും. ഓക്കെ, അപ്പം റീൽസ് ആണ് ഇപ്പം ഫുള്ള്. അപ്പൊ ഞാൻ പറയട്ടെ, ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം റീൽസ് ചെയ്ത് കുറച്ചുകൂടി ഇതാവണോന്നാണോ? നേരത്തെ റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു? നേരത്തെ റീൽസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ കൂടുതൽ ഇപ്പം എന്താ പറയാ, കുറച്ചുകൂടി ഫണ്ണി രീതിയിലൊക്കെ ചെയ്യുമ്പം ആ സൈഡും കൂടി കാണട്ടെ. നമ്മള് ഭയങ്കര സീരിയസ് ആയിരുന്നാൽ മാത്രം പോരല്ലോ. അപ്പൊ ഈ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ നോർമലി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും, അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ആദ്യം എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോഴാണ് നെഗറ്റീവ് കമന്റ്സ്. ഇപ്പൊ ജാൻമുണിയുടെ ഒപ്പൊക്കെ റീൽസ് ചെയ്യുമ്പോൾ നല്ലപോലെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. എന്റെ ആദ്യത്തെ പ്രതികരണം, കാരണം ഞാൻ ഇതുവരെ ലൈഫിൽ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഉണ്ടായിരുന്ന, ഞാൻ പൂനെയിലായിരുന്നപ്പോൾ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫിറ്റ്നസ് റിലേറ്റഡ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നല്ല കമന്റ്സ് മാത്രം. ഇപ്പം ഇങ്ങനത്തെ റീൽസ് നെഗറ്റീവ് മാത്രം വന്നപ്പോൾ എനിക്ക് ആദ്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നെ തെറി വിളിച്ചപ്പോൾ ഞാൻ പച്ചത്തെറി വിളിച്ചിട്ടുണ്ട്. മേ ബി നല്ല രീതിക്ക് ഞാൻ തിരിച്ച് തെറി വിളിച്ചു. അപ്പൊ കുറെ പണിയില്ലാത്ത ആൾക്കാർ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർ ഇങ്ങോട്ട് പറയുന്നതൊന്നും വരില്ല. നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, സെലിബ്രിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, ഐ മീൻ പബ്ലിക് നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നമ്മുടെ റിപ്ലൈ മാത്രം എടുത്ത് കുറെ പണിയില്ലാത്ത ആൾക്കാർ സ്ക്രീൻഷോട്ട് ഇട്ട് ഈവൻ ഒരു കുട്ടിയെ ഇങ്ങനെ പറഞ്ഞു, അത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് എന്തൊക്കെയാ പറയുന്നത്, നമ്മൾ അതൊന്നും ഇതില്ല. അപ്പൊ ഞാൻ പിന്നെ എന്റെ അടുത്ത് ഇപ്പം എന്റെ കുറെ ഫ്രണ്ട്സ് ആയാലും കുറെ ഫാമിലി എല്ലാവരും പറഞ്ഞു വെറുതെ റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട, കാരണം അവര് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് ഇഷ്ടമുള്ള പറഞ്ഞു പോകും. പക്ഷെ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്. പക്ഷെ ഐ ഡോണ്ട് കെയർ. ഇപ്പൊ നാട്ടുകാരിപ്പോ എന്ത് പറഞ്ഞാലും എനിക്കറിയാം ഞാൻ എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇവൻ എന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം. അപ്പൊ എനിക്കതൊരു പ്രോബ്ലം അല്ല. പക്ഷെ ഞാൻ എന്തിനാ എന്റെ ടൈം അതിൽ വേസ്റ്റ് ചെയ്യണം? അതുകൊണ്ട് ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരട്ടെ. അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതം അറിയോ, നമുക്ക് എത്ര കമന്റ്സ് വരുന്നു അത്ര എൻഗേജ്മെന്റ് വീഡിയോ കയറും. അപ്പൊ എത്ര നെഗറ്റീവ് കമന്റ്സ് അപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ അവര് നമ്മുടെ പെയ്ഡ് PR വർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരികയാണ്. ചെയ്യട്ടെ, നമുക്ക് ബെനിഫിറ്റ്സ് ഈ റീൽസ് ഇടുന്നതിന് ബിഗ് ബോസിൽ നിന്നപ്പം ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇപ്പം ഇത്രയും നാളായി, അപ്പൊ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. മീൻസ് ബിഗ് ബോസിനകത്തോ? നമ്മൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഫോൺ എടുക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ നോക്കും, ഫോളോ വന്നോ, കമന്റ്സ് എന്താണ് ആൾക്കാർ, അപ്പം അതിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിരുന്നു. ഒരു ചെറിയ നെഗറ്റീവ് പോലും ഇല്ല. കാരണം അതിനകത്തായാലും ഞാൻ ആരോടും ഭയങ്കര ഗ്രഡ്ജ് വെച്ച് പെരുമാറിയിട്ടില്ല. പിന്നെ ഭയങ്കര തല്ലൂട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം
ഫുൾ പോസിറ്റീവ് ആയിരുന്നു. ഒരു 90% മേലെ പോസിറ്റീവ് ആയിരുന്നു. അപ്പം അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ബിഗ് ബോസ് ലൈഫ് റിയൽ ലൈഫും ഡിഫറൻസ് എന്താണ്? അതിലിപ്പം അഭിഷേക് ഒരുമാതിരി അഭിനയിച്ചാണോ നിന്നത് അതോ അല്ല റിയൽ ആയിട്ടാണോ നിന്നത്? നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടറിൽ തന്നെ ഏഞ്ചലിന്റെ ക്യാരക്ടറിൽ തന്നെ ഏഞ്ചൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഭയങ്കര തല്ലിപ്പൊളിയായിരിക്കും അല്ലേ. പക്ഷെ ഇപ്പൊ പെട്ടെന്നൊരു സ്ഥലത്ത് കൊണ്ടുവിടുകയാണെങ്കിൽ നമ്മളൊരു എന്താ നമ്മൾ അതിലിട്ട് ജെല്ലായി വരാൻ ഒരു ടൈം എടുക്കില്ലേ? 5 മിനിറ്റ്. പിന്നെ ഇപ്പം എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്ന രീതിയിൽ ചിലപ്പോൾ എനിക്ക് വേറൊരാളോട് പെരുമാറാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്, എല്ലാവരും സെലിബ്രിറ്റി വാല്യൂ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് പെരുമാറുന്ന ഒരു ടൈപ്പ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഭയങ്കര, പക്ഷെ ഞാൻ അതിൽ മാക്സിമം എന്റെ റിയൽ ആയി നിന്നു. ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഞാൻ ഒന്ന് ഭയങ്കര ഓപ്പൺ ആയി വരുമ്പോഴേക്കും എന്നെ പിടിച്ച് പുറത്താക്കി. അതുകൊണ്ട് എന്താ പുറത്തായെന്ന് വല്ലതും അറിയോ? എന്തുകൊണ്ടാണ് 3 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തായെന്ന്? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല. ലൈക്ക് ഞാൻ ചെയ്ത പല ആക്ടിവിറ്റീസും പുറത്ത് വന്നിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ എടുത്ത് ഹോട്ട്സ്റ്റാറിൽ കാണുമ്പോൾ ഞാൻ പല ടാസ്കിലും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു വാ തുറക്കാതുള്ള ആൾക്കാർ വരെ കുറെ ഒരു 100 ഡേയ്സ് നിന്നതിലും അവരെക്കാട്ടൊക്കെ ഏത് ടാസ്ക് എടുക്കുമ്പോഴും ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, നല്ല പോയിന്റ്സ് വെക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും മേ ബി എനിക്ക് അറിഞ്ഞൂടാ, മേ ബി ഞാൻ ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്ത കേരളത്തിൽ എസ്പെഷ്യലി ഭയങ്കര ഹേറ്റഡ് ഉള്ള ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്ത് വന്നതുകൊണ്ട് മേ ബി അതിനോടുള്ള ഒരു ഹേറ്റഡ് ആയിരിക്കാം, അറിയില്ല. അത് കേരളത്തിന്റെ ഒരിതാണ്. ഇപ്പൊ എന്നെ ട്രോളും എനിക്ക് കുഴപ്പമില്ല. ഞാൻ അതിലോട് ഭയങ്കര നെഗറ്റീവ് വെക്കുന്ന ഒരു ടൈപ്പ് അല്ല. ഇപ്പൊ എന്റെ റൂമിലായാലും ഒരു ട്രാൻസ് ഉള്ളതാണ്, ഞാൻ അതിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുന്ന വെച്ചാൽ നല്ലതാണോ ബാഡ് ആണോ എന്ന് നമുക്ക് നോക്കാറുള്ളൂ. അവരത് നോക്കുന്നില്ല. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തിങ്കിങ് ലെവൽ വെച്ച് ഒരു പേഴ്സൺ എങ്ങനെയാണെന്ന് നോക്കിയാൽ പോരെ, അല്ലാതെ അയാളുടെ ബെഡ്റൂമിൽ എന്ത് നടക്കുന്നതെന്ന് വെച്ചിട്ട് അല്ലാത്ത ആൾക്കാരാണ് ഈ റേപ്പും കാര്യങ്ങളിലൊക്കെ പോകുന്നത്. അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല. എല്ലാവരും ഉണ്ടല്ലോ, നമ്മളൊരു ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടർ എന്താണ് അത് നോക്കി ജഡ്ജ് ചെയ്യാം മാക്സിമം. നാളെ വരും കമന്റ് ട്രാൻസ്. നമുക്കറിയാം, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ക്യാരക്ടർ അറിയാം. ആണെങ്കിൽ ഇപ്പൊ എന്താ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് മനസ്സിലാവും കമന്റ്സ് ഒക്കെ. എനിക്ക് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ പറയുന്ന പോലെ ആദ്യം എനിക്ക് ഭയങ്കര മീൻസ് നമ്മൾ രാവിലെ എനിക്ക് നോക്കുമ്പോൾ ഒരു 10 കമന്റ് തെറി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ മെന്റൽ ഒരു സ്റ്റേറ്റിനെ നമ്മൾ എഫക്ട് ആവുമല്ലോ. കുഴപ്പമില്ലല്ലേ? ചില സ്ഥലത്തൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും, വിവരമുണ്ട്, ഓക്കെ ഇതൊക്കെ നോർമലാണ്. ചില കുറച്ച് സ്ഥലത്താണ് ഇത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. പുറത്ത് പോകുമ്പോഴത്തേക്കും അതിനെ പറ്റി എന്തെങ്കിലും ഇപ്പം ഇങ്ങനെയാണ് ഇന്ന ഇതിൽ വന്നിട്ടുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് റോങ് ഇല്ല. സത്യം പറയട്ടെ, ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കൊന്നും നമ്മുടെ ഫേസ് ടു ഫേസ് പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെ പറയുന്ന ആൾക്കാർ കമന്റ് ഇടൂല്ല. അവര് നേരെ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞോളൂ. ഒരു ധൈര്യം ഇല്ലാത്തവരാണ് ഈ ക്യാമറ എടുത്ത് അഭിഷേക് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു പണിയില്ലാത്തവർ അത് ചെയ്യുള്ളൂ. നേരെ വന്ന് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇപ്പം അഭിഷേകിന്റെ ഫാമിലിക്ക് ഇതിന് സപ്പോർട്ടാണ് ഈ ഒരു നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ലൈക്ക് ഞാൻ ഓപ്പൺ അപ്പായി നിൽക്കുന്നതിൽ ആദ്യം ഒബ്വിയസ്ലി എല്ലാ പാരന്റ്സിനും കുഴപ്പമുണ്ടായിരുന്നു. ആദ്യം കുറച്ച് അച്ഛനൊരു ഇതുണ്ടായിരുന്നു, ലൈക്ക് നമ്മുടെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, എന്താവും ലൈഫ്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അമ്മ പൂനെയിലാണ്, അച്ഛൻ്റെ കൂടെ ഞാൻ തൃശ്ശൂർ നിൽക്കുന്നത്. ഇപ്പൊ കൂടുതൽ ക്ലോസ് അച്ഛനാണ്. എല്ലാ പരിപാടി ഉണ്ടെങ്കിലും എല്ലാത്തിനും എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഒപ്പം വരുന്നതൊക്കെ ഇപ്പൊ അച്ഛനുണ്ട്. അപ്പം ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് പാരന്റ്സിന് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഞാനൊരു മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകും. എന്തായിരിക്കും ഇപ്പൊ റീൽസ് ഒക്കെ ഫുള്ള് ജാൻമണി ഞാനൊരു ഷോട്ട് കണ്ടായിരുന്നു, ഹണിമൂണിന് പോകുന്നു. അതെന്തായിരുന്നു? ഞാൻ ഒരു ഷോട്ട് മാത്രമേ കണ്ടുള്ളൂ. ഹണിമൂണിന് പോവാൻ പോവാ ജാൻമണി. നിങ്ങൾ എവിടെ റിലേഷൻ ആണോ എന്താണ്? എന്ത് തോന്നുന്നു എനിക്കെങ്ങനെ? എനിക്കിപ്പം കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ ഫോട്ടോ ഇട്ടാലേ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും നിങ്ങൾ ലൈനാണോ അതാണോ ഇതാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരാളുടെ മാത്രം ഒരു പിക്കും സ്റ്റോറി ഇടുമ്പോൾ ആൾക്കാർ ഡെഫിനറ്റ്ലി തോന്നുന്നു ഇവര് തമ്മിൽ റിലേഷൻ എന്താണ്. അത് ആക്ച്വലി ഒരു ഷൂട്ടായിരുന്നു പറക്കാട്ടിൽ റിസോർട്ടിന്റെ. അത് പറക്കാട്ടിൽ റിസോർട്ടിന്റെ ഒരു ഷൂട്ടായിരുന്നു, ആഡ് പോലെ. അതിപ്പം നെക്സ്റ്റ് വീക്ക് വരും. അപ്പൊ അതിൽ ഞങ്ങൾ ഒരു കപ്പിള് പോലെ ഒരു റിസോർട്ടിൽ വന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ഈ റിസോർട്ട് അത്ര പോരാ, അങ്ങനെ ഒരു കോമഡി ഒരു ഐറ്റം ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ പോലെ നമ്മൾ വിട്ടതാണ്. നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് റിസോർട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമാതിരി പിന്നെ മറ്റേ ഒരു യെല്ലോ കളർ ഡ്രസ് ഇട്ട് ഡാൻസ് അതും പറക്കാട്ടിൽ തന്നെയാണ്. ഇതെല്ലാം ജാൻമണി ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര പാവമാണ്. അപ്പം
അവർക്കായാലും ഇപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ജാൻമണി. അപ്പൊ എന്നെ കൊണ്ട് ഇപ്പൊ അവരുടെ ഒപ്പം ഇപ്പൊ ഞാൻ കൊച്ചിയിലുള്ളപ്പോ അവരെ കൊണ്ട് ഒപ്പം കറങ്ങുക, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അതിലെന്താ തെറ്റ് അല്ലേ? നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നാണ്? ഭയങ്കര ഫ്രണ്ട്സ് അല്ല, സിസ്റ്റർ ബ്രദർ പോലെ, എൽഡർ സിസ്റ്റർ. അല്ല, ഞങ്ങൾ തന്നെ ഇട്ട് കൊടുത്തത്, അത് കാരണം അവരെ നമുക്ക് സിസ്റ്റർ ബ്രദർ എന്ന് പറയുമ്പോൾ താഴെ കമന്റ് സ്റ്റെപ്പ് സിസ്റ്റർ, സ്റ്റെപ്പ് സിസ്റ്റർ, ഇങ്ങനെ അറിയാലോ, അങ്ങനെ പറയില്ല. അപ്പം ആ ഡൗട്ട് ക്ലാരിഫൈഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് സംഭവം. നിങ്ങൾ വേറെ ഇതൊന്നുമില്ല, ഫ്രണ്ട്സ്. പക്ഷെ നിങ്ങൾ ഇനിയും റീലിടും? ഉറപ്പായിട്ടും. കാരണം അതാണ് ഇപ്പം റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ റീച്ചിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരും പറയട്ടെ റിലേഷൻ ആണെന്ന് വിചാരിച്ചോട്ടെ, ഇന്നിടുന്നതാണോ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ? അങ്ങനെ ഒരു തോട്ടം ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം ഓപ്പൺലി പറഞ്ഞ നല്ല കാര്യം, അങ്ങനെയൊന്നും ഇല്ല. അല്ല, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ടുണ്ട്. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും കുറച്ച് വ്യൂ കയറുവാണെങ്കിൽ കയറട്ടെ. നമുക്ക് നമ്മുടെ എങ്ങനെയെങ്കിലും നമ്മളൊന്നും പറയുന്നില്ല റിലേഷൻ ആണ്, നമ്മൾ വീഡിയോ ഇടുന്നു, അത് അവര് തോന്നുന്നെങ്കിൽ. അതെ, പിന്നെ ആൾക്കാർ വന്ന് കമന്റ് ഇട്ട് അത് കൊണ്ടുപോയി നമുക്ക് പൈസ കിട്ടുവാണെങ്കിൽ പൈസ കിട്ടും. റീല് യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ, ഞാൻ യൂട്യൂബ് തുടങ്ങണം എനിക്ക്. ഓക്കെ, അപ്പം ബിഗ് ബോസിൽ 3 ആഴ്ച നിന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു, ഇപ്പൊ എല്ലാം പറയും, അല്ലെങ്കിൽ ഇപ്പം അവിടെ നിന്നപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ക്ലോസ് ആയിട്ടുള്ളവരും ഉണ്ട്, അപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാരായിരുന്നു? അതിനകത്ത് നിന്നപ്പോൾ ഞാൻ ആക്ച്വലി കൂടുതൽ ക്ലോസ് നോറയുടെ അടുത്തായിരുന്നു. കാരണം നോറ അങ്ങനെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മളൊരു ഗ്രൂപ്പിലായിരുന്നു. എത്രത്തോളം ഔട്ട് അതിൽ പുറത്ത് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നോറ രാത്രി കിടന്നുറങ്ങുമ്പോൾ കഥ പറഞ്ഞു തരാൻ പറയണ, എന്നാലും ഉറങ്ങുള്ളൂ. അപ്പം നമ്മളൊരു ക്ലോസ്ഡ് ഒരു സ്പേസിനകത്താണ് നിൽക്കുന്നത്, ഒരു വീടിനകത്ത്. അപ്പം നമ്മുടെ അടുത്ത് ഇത്ര അറ്റാച്ച്ഡ് ആയിട്ട് ഒരാൾ പെരുമാറുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു അത്ര ഒരു ക്ലോസ്നെസ് തോന്നും. അപ്പം ഞാൻ ഭയങ്കര ഫ്രണ്ടായിട്ടാണ് നോറേനെ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നോറയായിരുന്നു. പുറത്തു വന്നപ്പം അതൊക്കെ ഒരു അഭിനയമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എന്നാലും ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു, ഞാൻ ഒരു മനുഷ്യനാണല്ലോ. ഞാനിത് കഴിഞ്ഞിട്ട് കുത്തിട്ട് എടി ഓക്കെ, പിന്നെ ഒരു മെസ്സേജും ഒന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ചിലപ്പോൾ നോക്കി ഇതൊക്കെ കാണുമ്പോൾ അവസ്ഥ, ഞാനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഇതാന്ന്. പക്ഷെ ഇത് കാണുമ്പോൾ, കാരണം നമ്മളൊരു ഷോയില് കാണിക്കുമ്പോൾ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടാലാണ് ഷോയില് മുന്നിലോട്ട് പോകാൻ പറ്റുള്ളൂ. ക്യൂട്ട്നെസ് അല്ല, ഞാനും പക്ഷേ ഒന്നും റിയൽ അല്ല. ഒരു 90% ഓഫ് പീപ്പിൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചത് റിയൽ അല്ല. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിയലായി നിന്നു. ഞാൻ വിശ്വസിച്ച് പോയി കുറേ ആൾക്കാരുടെ, അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം അത് റിയൽ ആണ് എന്ന് വിചാരിച്ചു. പക്ഷെ അത് ജസ്റ്റ് ഒരു 100 ഡേയ്സിലേക്ക് മാത്രമുള്ളതാണെന്ന് ഷോ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പം ഈ ചില ഫ്രണ്ട്ഷിപ്പ് മനസ്സിലായി, ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി നിൽക്കുന്നവരും ഫെയിമിന് വേണ്ടി നിൽക്കുന്നവരും ഉണ്ട്, അല്ലാത്ത. അപ്പം ഈ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ് മനസ്സിലായത്? പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മീഡിയയിൽ ഫ്രണ്ട്ഷിപ്പ് മേ ബി, ഞാൻ എല്ലാവരെയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ബിഗ് ബോസിനകത്ത് മനസ്സിലായത് കുറെ പേരൊക്കെ ചുമ്മാ കാണിക്കാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അത് കഴിഞ്ഞാൽ ആർക്കാണോ റീച്ച് കൂടുതൽ അവരുടെ ഒപ്പം നിന്ന് നമുക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും, അതാണ് ഫ്രണ്ട്ഷിപ്പ് മിക്ക ആൾക്കാർക്കും. അത്രേ ഉള്ളൂ. 90% പേര്. ഞാനിപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് ക്ലോസ് ആയിട്ടുള്ളത് അപ്സര ചേച്ചീൻ്റെ അകത്ത് നമ്മൾ അത്ര വേണ്ടിയിട്ടില്ല. പക്ഷെ അപ്സര ചേച്ചി ഇപ്പൊ പുറത്ത് നല്ല ക്ലോസ് ആണ്. പിന്നെ നിശാന ചേച്ചി എല്ലാവരുടെ അടുത്ത് പോയി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ജാൻമുനി, അത്ര തന്നെ ഉള്ളൂ. ഇപ്പം അഭിഷേക് പറഞ്ഞു ഞാൻ അത്രയും റിയാക്ടും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഞാൻ 3 വീക്സ് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി. അപ്പൊ അഭിഷേകിന് തോന്നി എന്താ ബിഗ് ബോസിൽ ഇങ്ങനെ 100 ഡേയ്സ് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചുമ്മാ ഇരിക്കാനാണോ? മീൻസ് എന്താണ് സംഭവം? ബിഗ് ബോസിലെ പ്രേക്ഷകർക്ക് നമ്മൾക്ക് വോട്ട് തരണം. അതിന് ഇപ്പം എന്താ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നെഗറ്റീവായിട്ട് കൊടുക്കുക, നല്ല കണ്ടന്റ് നല്ല പോലെ കൊടുക്കുക. എന്റെ പല ആൾക്കാർക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു പുറത്ത്, നെയിം പറയുന്നില്ല, നെഗറ്റീവ് എത്രയും ഉണ്ടായിട്ടും അത്രയും ഇതിൽ നിന്നു. അവർക്ക് വോട്ട് കമന്റ് ഇരുന്നുള്ളൂ, നമ്മൾ ആരും അവർക്ക് വോട്ട് ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും ഡേയ്സ് അവർ 100 ഡേയ്സ് അല്ല, ഞാൻ അല്ലാതെ പറയുന്നത്, ഇത്രയും ഡേയ്സ് അവരെങ്ങനെ നിന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം വോട്ടിൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? വോട്ട് ചെയ്തിട്ടാണ് ഇവർ ഇത്രയും നാളെ നിന്നേന്ന് നോക്ക്. വോട്ടിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ബിക്കോസ് അത് ഏഷ്യാനെറ്റും അതിന്റെ പിന്നിലുള്ളതാണ്. പക്ഷെ ആ വോട്ട് നമുക്ക് PR ചെയ്ത് എടുക്കാമല്ലോ. ലൈക്ക് പെയ്ഡ് വോട്ട്സ് ഉണ്ടായിരിക്കും, അങ്ങനെ പലതും ഉണ്ട്. അപ്പം അത് വെച്ച് 100 ഡേയ്സ് നിന്ന് ഒബ്വിയസ്ലി അതിൽ നിന്ന് ആൾക്കാരുണ്ട്. കാരണം ഒരു കണ്ടന്റും കൊടുക്കാതെ വെറുതെ ഇരുന്ന് 100 ഡേയ്സ് എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനിയിപ്പോ വേറൊന്നും വരില്ലല്ലോ. ഓക്കെ, അപ്പോ ഇപ്പൊ കറന്റ്ലി ബിഗ് ബോസിലായിട്ട് കണക്ഷൻ ഉള്ള ജാൻമണിയാണ്. വേറെ ആരെങ്കിലും? ജാൻമണി പോലെ തന്നെ ഞാൻ അപ്സര ചേച്ചിയായിട്ട് ഭയങ്കര ക്ലോസ്. ജാൻമണിയായിട്ട് ബിഗ് ബോസിൽ കണക്ഷൻ ഇല്ലായിരുന്നു. ഒരു കണക്ഷൻ കണ്ടിട്ടേ ഇല്ല. കാരണം ഞാൻ അതെ കയറി വന്നപ്പോ തന്നെ ജാൻമണി ഭയങ്കര നെഗറ്റീവായി നിൽക്കുന്ന, പുറത്ത് ഭയങ്കര നെഗറ്റീവായിരുന്നു, ശപിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇത് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശപിക്കുമ്പോ വല്ല നടക്കൂ?
നടക്കുന്നല്ല, പുറത്ത് അങ്ങനെയായിരുന്നു. കാരണം ഏഷ്യാനെറ്റ് എന്ത് വിടുന്നു അതല്ലേ നമ്മൾ പ്രേക്ഷകർ കാണുന്നത്. അപ്പം ഞാനും പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര ശപിക്കുന്നത് അതാണ് പുറത്ത് കേരളത്തിൽ മൊത്തം ഡിസ്കഷൻ ജാൻമുനിയുടെ ശാപം. ആ സമയത്ത് ഞാൻ അതിനകത്ത് വന്ന് ജാൻമുനി, പക്ഷെ ഞാൻ അതിനകത്ത് വന്നപ്പോഴാണ് ഈ കാണിക്കുന്ന പോലെയല്ല, അത് ഒരു സൈഡ് മാത്രമാണ് TV കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ അതിനകത്ത് നല്ല പാട്ടുകൾ പാടുന്നുണ്ട്, എല്ലാവർക്കും കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. അപ്പൊ ഇവര് ഈ കുറച്ച് പാർട്സ് മാത്രമേ ഇവര് കാണിക്കുന്നുള്ളൂ, കാരണം 1 hour എപ്പിസോഡ് അല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി കുറച്ച് കാര്യങ്ങൾ അവർ കാണിക്കുന്നില്ല. അതാണ് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. നല്ല സൈഡ് കാണിക്കാതെ വേറെ സൈഡ് കാണിക്കുന്നുണ്ടാണ് ആൾക്കാർ, അത് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ലൈവ് പോലും കാണിക്കുന്നില്ല, കുറച്ചൊക്കെ. ലൈവില് പറഞ്ഞാലും അവിടെ 60 എത്രയോ ക്യാമറാസ് ഉണ്ട്. ലൈവിൽ അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒരു ക്യാമറ കാണിക്കാൻ പറ്റുള്ളൂ, ഒരു സ്പേസേ കാണിക്കാൻ പറ്റുള്ളൂ, അതിലൊരു ഡിസ്കഷനെ കാണുന്നുള്ളൂ. ആ സമയത്ത് അവിടെ വേറെ ലൈവ് ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവരെന്ത് കാണിക്കണം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്, പക്ഷെ അതിലുള്ളിലുള്ള ആൾക്കേ മനസ്സിലാവും. അതെ, ചിലപ്പം മീൻസ് അത് ആ ഷോയുടെ ഒരു രീതിയാണ്. കാരണം ഒരിക്കലും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ ബിഗ് ബോസ് എഡിറ്റഡ് ആണ്. എഡിറ്റ് ചെയ്താലേ അവർക്ക് ഒരു ക്യാരക്ടറായിട്ട് അവർക്ക് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരാൾക്ക് ഒരു നെഗറ്റീവ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ അവർ മാക്സിമം കാണിക്കാൻ ശ്രമിക്കും. അത് ഏതർ പോസിറ്റീവോ നെഗറ്റീവോ അത് മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ അവർക്ക്. ഇപ്പൊ ജാസ്മിനാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ ജാസ്മിന്റെ പേരിൽ ഇത്രയും കോൺട്രവേഴ്സി വരുന്നോണ്ടാണോ ജാസ്മിനെ മാത്രം എടുത്ത് കാണിക്കുന്ന ബിഗ് ബോസ്? ഞാനത് ആക്ച്വലി ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു എന്താ ഇങ്ങനെ കൂടുതൽ, അവരോടല്ല അതിലൊരു ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രേക്ഷകര് ഈ മോളിൽ വ്യൂവേഴ്സ് കാണിക്കും. ഒരു സാധനം ലൈവിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ 3.2K വാച്ചിങ് അല്ലെ 5K പീപ്പിൾ ആ വാച്ചിങ് കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നത് ജാസ്മിനും ഗബ്രീനെയും കാണിക്കുമ്പോഴാണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്താ ഏഷ്യാനെറ്റിന് വേണ്ടത്? അവർക്ക് അവരുടെ ലാഭം വേണം. അപ്പോൾ എന്ത് കാണിച്ചാൽ ലാഭം കിട്ടും അത് അവർ മാക്സിമം കാണിക്കും. നെഗറ്റീവ് ആയിക്കോട്ടെ, ആ കുട്ടിയുടെ എന്തായാലും TRP അല്ലേ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്. ബിഗ് ബോസിനകത്ത് ഈ ജാസ്മിനും ഗബ്രിയും ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ ബിഗ് ബോസിനകത്തുള്ള ആളുകൾ എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി ഒരു പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി പോർഷൻ നിങ്ങൾ അകത്ത് വയ്ക്കുന്ന ആൾക്കാരുള്ളൂ. അപ്പം അതെന്താ പറയാ, അതിനെ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ആണോ റിലേഷൻ ആണോ? റിലേഷൻ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇപ്പം നമ്മൾ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയി സംസാരിച്ച പുറത്തുനിന്ന് ഒരാളത് റിലേഷൻ എന്ന് പറഞ്ഞു എന്ന് വരാം. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താന്നുള്ളത് അത് അവർ പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് അങ്ങനെയാണ് അവർ എന്നോടും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബിഗ് ബോസിൽ ഇപ്പം ഏറ്റവും ഒരു ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫേക്ക് ആയിട്ടാണോ നിൽക്കുന്നത്, അത് പുറത്തിറങ്ങി ഇപ്പോൾ ഒരാൾ അല്ലാതെ വേറൊരാൾ ആരാ മനസ്സിലായി? ഇപ്പം ചില സീന് കാണുമല്ലോ, ചേട്ടനെ പറ്റി അഭിഷേകിനെ പറ്റി ഇങ്ങനെ മാറിയുന്നു, കുറ്റം പറയുന്നു, അങ്ങനെ എന്തെങ്കിലും കണ്ട് ഫീൽ ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ സായിയുടെ ഒരു കാര്യം മുന്നിൽ വേറെ പറയണത്. അപ്പം ഞാൻ സായിനോട് ഇപ്പം നല്ല ഫ്രണ്ട്സ് ആണ്, ഡിസ്കസ് ചെയ്തപ്പോൾ സായി പറഞ്ഞ എല്ലാം പാർട്ട് ഓഫ് ഗെയിമാണ്. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായി ഞാനായിരുന്നു മണ്ടനതിനകത്ത്. എല്ലാവരും പാർട്ട് ഓഫ് ഗെയിമാണ്, ഞാൻ ഇതാണ് റിയാലിറ്റി എന്ന് വിചാരിച്ച് അതിനകത്ത് നിന്നു. പക്ഷെ കുറച്ചും കൂടി അഭിനയിച്ചിരുന്നെങ്കിൽ നമ്മൾ റിയൽ ആയിട്ട് നിൽക്കാൻ പാടില്ല, ഇതായിട്ട് നിൽക്കണം. നമ്മൾ റിയലായിട്ട് നമ്മൾ ഭയങ്കര ഒറ്റതായിട്ട് നിന്നാൽ നമ്മളെങ്ങനെ, ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഞാൻ എന്താണ് എന്ന് കാണിക്കാനാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു മുഖംമൂടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനത് അർത്ഥമില്ലല്ലോ. ഇപ്പൊ 2 ദിവസം നിന്നാലും ഞാൻ എന്താന്ന് കാണിക്കാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഈ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച സാഹചര്യം എന്തുവായിരുന്നു? സാഹചര്യം, ഞാൻ ആക്ച്വലി ഒരു 3-4 years ആയിട്ട് ഞാൻ പൂനെയിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, മോഡലിങ്ങിലൊക്കെ എന്തെങ്കിലും ചെയ്യണം. അപ്പം മുംബൈ കണക്റ്റഡ് ആണ്, എനിക്ക് മുംബൈയിൽ കുറേ കണക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ റോഡീസ്, സ്പ്ലിറ്റ്സ്വില്ല അങ്ങനത്തെ ഷോസ് ഒക്കെ അറിയില്ലേ, അപ്പം അതിലോട്ട് പോകാനായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം. പക്ഷെ അതിന് ഞാൻ നല്ലപോലെ 2 years നല്ലപോലെ വർക്കൗട്ടൊക്കെ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത സമയത്താണ് ബിഗ് ബോസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ എനിക്ക് എപ്പോഴും പേടിയായിരുന്നു, കേരളത്തിലൊരു റിയാലിറ്റി ഷോ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഒബ്വിയസ്ലി ജഡ്ജ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ നമ്മുടെ ഫാമിലീനെ എഫക്ട് ചെയ്യും. ഇപ്പൊ കുറച്ചുകൂടി നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇത്ര ജഡ്ജ്മെന്റൽ അല്ല അവിടുത്തെ ആൾക്കാർ. ഇപ്പം ഒരാളെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നോക്കിയിട്ട്, അല്ലാണ്ട് അയാൾ കമ്മ്യൂണിറ്റി ഇതാണെന്ന് പറഞ്ഞിപ്പോൾ ഷോയിൽ തന്നെ ഒരാൾ കണ്ടല്ലോ, സ്ത്രീകളെയും കുട്ടികളെയും ആക്ഷേപിക്കുന്ന കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ഡിസ്ക്രൈബ് ചെയ്യണം, അല്ലാണ്ട് അഭിഷേക് എന്താണ് എന്ന് പറഞ്ഞിട്ടല്ല. അപ്പം പക്ഷേ എന്തോ ലക്കിന് പ്രൊഫൈൽ അയച്ചു. ഇനി 3 മാസത്തെ പ്രോസസ്സിൽ തന്നെ ഞാൻ ഉള്ളിലോട്ട് പോയി. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാ, കിട്ടി, അപ്പൊ പോയി. റിയാസ് ഇപ്പോൾ വന്നിട്ട് സ്ത്രീകളെ അപമാനിച്ചു, പിന്നെ താൻ ഫെമിനിസ്റ്റ് ആണെന്നും അതിന്റെ കോൺട്രവേഴ്സി കണ്ടായിരുന്നോ ആ വീഡിയോ? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, എന്തോ ഹോമോഫോബിക് ക്യൂർ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങൾക്കെതിരെ പറഞ്ഞത് ഞാൻ കണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും? അതിനെപ്പറ്റി ഞാൻ എന്താ പറയുക, ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവരുടെ ഒരു ചോയ്സാണ്. അതിലിപ്പോൾ ഞാനൊന്നും പറയാനില്ല. പേഴ്സണലി ഞാൻ അഗെയിൻസ്റ്റ് ആണ്. കാരണം ഹോമോഫോബിക് എന്ന് പറയുന്നത്, ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് എന്താ, അത് അയാൾ എങ്ങനെ ജനിക്കുന്നു, അത് അയാളുടെ ഒരു
അവസ്ഥയാണ്. ഹോമോഫോബിക് എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്ത ഒരാളെ ഹേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കാനുള്ള ഒരു ഇതാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഡി, അവരുടെ ചോയ്സ് എന്താണ്, ഞാനൊന്നും ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. റിയാസ് സലീമിനെ പറ്റി എന്താണ് അഭിപ്രായം? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഞാൻ റിയാസിനോട് ആകെ ഒരു വട്ടം സംസാരിച്ചിട്ടുള്ളൂ. അത് ബിഗ് ബോസിന് പോയി കഴിഞ്ഞ് ജസ്റ്റ് ഇത് റിയാസിൻ്റെ അടുത്ത് പറഞ്ഞത് ഷോയിൽ എന്തുകൊണ്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ്. റിയാസായിട്ട് ഫ്രണ്ട്സ് അല്ല, അറിയാം, ജസ്റ്റ് അറിയാം, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമാണ് റിയാസിൻ്റെ പല ടോക്കിങ്ങും അയാൾ പറയുന്ന പല പോയിന്റ്സും ഞാൻ ഐഡിയോളജീസും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ല വൊക്കാബുലറി ആണ്, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം റിയാസിനോട് വേറെ ഒരു ഇതുമില്ല. അപ്പോൾ ഈ LGBTQ അപ്പോൾ ഈ അതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എന്താ പറയുള്ളൂ? ഇപ്പൊ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയുന്നത്? അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ജനറലൈസ് ചെയ്ത് സംസാരിക്കാണ്ട്, ഇപ്പം ഏഞ്ചൽ ഇങ്ങനെ നമ്മളല്ലേ അല്ല അഭിഷേക് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇപ്പം ഒരു റേപ്പ് ചെയ്ത ഒരാള്, അയാൾ റേപ്പിസ്റ്റിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാം, പക്ഷെ എല്ലാ ആണുങ്ങളും റേപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ വന്ന് തല്ലും. അത് പക്ഷേ LGBT എല്ലാം ഇങ്ങനെയാണെന്നാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അവരുടെ നാരോ മൈൻഡഡ്, അവരുടെ ചിന്താഗതി, അവര് ലോകം കാണാത്തതിന്റെ പ്രശ്നം. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വയനാട്ടിൽ ഒരു ദുരന്തം വന്നു. ആ സമയത്ത് ആൾക്കാരെ രക്ഷിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണോ, നിങ്ങൾ LGBTQ ആണോ, ഗേ ആണോ നോക്കിയിട്ടാണോ രക്ഷപ്പെടുത്തിയത്? അല്ല, നമ്മളെല്ലാവരും ആ സമയത്ത് ഒരു റിലീജിയൻ ഒന്നും നോക്കാണ്ടാണ് എല്ലാവരും. അപ്പൊ എന്തിന് വെറുതെ അനാവശ്യമായി ഓരോ ആൾക്കാരുടെ ബെഡ്റൂമിൽ എന്ത് LGBT മീൻസ് ഇപ്പൊ ഒരാൾ ഗേ ആണെങ്കിൽ അയാളുടെ ബെഡ്റൂമിൽ എന്ത് നടക്കുന്നു എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. എന്തിനാ അതിലോട്ട് നുഴഞ്ഞു പോകുന്നത്? അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കി പെരുമാറുക. അവര് ചില ആൾക്കാർ പറഞ്ഞ കമന്റ്സ് കണ്ടിട്ടുള്ളത്, ഇവരൊക്കെ ജനിച്ചപ്പോൾ ആണായിരുന്നു അല്ലെങ്കിൽ പെണ്ണായിരുന്നു, അവർക്ക് ചില സമയത്ത് ആ വാക്ക് ഞാൻ പറയുന്നില്ല, അവർക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഇതൊക്കെ ചുമ്മാണ്, ഹോർമോൺ ചെയ്തില്ല. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയുക? ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ്, നമുക്ക് ചെറുപ്പം തൊട്ടേ ഒരു ഇഷ്ടം കാണുമായിരിക്കും, ചിലപ്പം ഫാമിലി ഇഷ്യൂ കൊണ്ടായിരിക്കും. അപ്പൊ അത് എന്താ പറയുക, ആൾക്കാർക്ക് ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം, ഇത് എന്താണ് സംഭവം. ഫാമിലി ഇഷ്യൂ കൊണ്ട് ഒരിക്കലും വരുന്ന ഒരു കാര്യമല്ല, ഇത് പ്യൂർലി ജനറ്റിക്കൽ ആണ്. ഇപ്പം നമ്മൾ ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും എല്ലാം നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ടാവും. പക്ഷേ ജനിച്ചൊരു കുട്ടി, ഇപ്പോൾ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഹോർമോൺസ് ഉണ്ടായിരിക്കില്ല അത് തിരിച്ചറിയാൻ വേണ്ടി. നമ്മൾ ഒരു പഠിക്കുമ്പോൾ നമുക്കെല്ലാവരും ചേട്ടൻ ചേച്ചി അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു പ്യൂബേർട്ടി എത്തുമ്പോഴാണ് നമ്മുടെ ഹോർമോൺസ് എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ആരുടെ അടുത്താണ് അട്രാക്ഷൻ. പക്ഷെ അപ്പോഴും പലരും പേടിച്ചിട്ട് തുറന്ന് പറയില്ല, നമ്മുടെ സൊസൈറ്റി ആയതുകൊണ്ട്. അപ്പോൾ അവർ അറ്റ പോയിന്റ് എത്തുമ്പോഴാണ് ചിലപ്പോൾ അവർക്കത് പറയാൻ പറ്റുക. ഇന്റർസെക്സ് എന്ന് പറഞ്ഞിട്ട് LGBTQ ഒരു I is ഇന്റർസെക്സ്, LGBTQIA+. അങ്ങനെ IA+ ഉണ്ട്. പ്ലസ് മീൻസ് അത് അങ്ങോട്ട് ഇതുണ്ട്. I is ഇന്റർസെക്സ്. ഇന്റർസെക്സ് എന്ന് പറയുമ്പോൾ അവർക്ക് മെയിലിന്റെയും ഫീമെയിലിന്റെയും സെക്ഷൽ ഓർഗൻസ് ഉണ്ടായിരിക്കും ജനിക്കുമ്പോൾ തന്നെ. അങ്ങനെ ഒരു കേസ് ഈ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. റിയ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു എന്താ അതിനെ പറയുക, ആക്ടിവിസ്റ്റ് ഉണ്ട്. ആളും ഞാനുള്ളപ്പം ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടിക്ക് 2 ഇങ്ങനെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം അങ്ങനെയുള്ളത്. അപ്പം അവരെന്താ ചെയ്യണ്ടേ? ലൈക്ക് നമ്മുടെ സൊസൈറ്റി എന്താ ഇപ്പം പറയുന്നത്, ആ കുട്ടി ആത്മഹത്യ ചെയ്യണോ? മനസ്സിലായി. അപ്പം ഇതൊരു അവസ്ഥ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ എം വെരി ഹാപ്പി വാട്ട് ഐ ആം. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാം നമ്മൾ മാക്സിമം നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, നാട്ടുകാരുടെ ഇത് നോക്കി സെക്ഷുവാലിറ്റിയിലേക്ക് കൈകടത്താൻ. എപ്പോഴാ തോന്നിയതോ എനിക്ക് ഇങ്ങനെ ആയിരിക്കാനാണ് ഇഷ്ടം? ഏത് ഏജിലാ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഒരു 5th സ്റ്റാൻഡേർഡ് 6th ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ആരോട് അട്രാക്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ റെഡി ആയിരുന്നില്ല, കാരണം നമുക്ക് ഫാമിലി, നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ 2018 വരെ ഹോമോസെക്ഷുവാലിറ്റി ഒരു ഒഫൻസ് ആയിരുന്നു, ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു, നമ്മളെ ജയിലിൽ ഇടാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആയിരുന്നു. അപ്പം ആ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സമയം. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഞാൻ പിന്നെ കുറച്ച് സോളോ ട്രിപ്പ് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പല സ്ഥലത്തെ പല ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് എന്താണ് ലൈഫ്, എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പം കേരളത്തിൽ പല ആൾക്കാരും വീട്ടിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരും, ഇവനെ എങ്ങനെ തകർക്കണം, ഇവൻ കുറച്ച് നന്നാവുന്നുണ്ട്, ഇവനെ നമുക്ക് സെക്ഷുവാലിറ്റി പറഞ്ഞ് നാളെ നിലത്തേക്ക് ആക്കണം. അങ്ങനെ ഒന്നും തോന്നില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല അതൊന്നും? എനിക്ക് ഒരു പോയിന്റിൽ മൈൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് 26 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു മെച്യൂരിറ്റിയുടെ കുറവുണ്ടായിരിക്കുമല്ലോ. 26 വയസ്സ് മെച്യൂരിറ്റി കുറവ്, നല്ല ഏജ് ആണ്, കല്യാണം കഴിക്കേണ്ട പ്രായമായി. 21 വയസ്സേ ഉള്ളൂ. അല്ല, 26 എന്ന് പറഞ്ഞാൽ നമ്മളൊരു എനിക്ക് ഗ്യാപ്പാ. ശരി, അപ്പൊ തന്റെ മെച്യൂരിറ്റി ആയിരിക്കില്ല എന്റെ മെച്യൂരിറ്റി അല്ലേ? അപ്പം
ആയിരിക്കില്ല ഒരു 36 ഇയേഴ്സ് ആളുടെ മെച്യൂരിറ്റി. അപ്പോൾ അതെൻ്റെ മെച്യൂരിറ്റിയിൽ ഞാൻ നല്ല രീതിയിൽ തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചും കൂടിയും ഇതായി. നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് നോക്കുക, അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നോക്കുക. ഇപ്പോ ഫസ്റ്റ് ക്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സ്കൂൾ ടൈമിൽ? ചിരിക്കുന്ന എന്താ പറയാത്ത? പിന്നെ അത് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നോ ഞാൻ ചോദിച്ചു. സ്കൂൾ ടൈമിൽ നമ്മൾ മനുഷ്യരല്ലേ, എന്തായാലും ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടോ രണ്ടുപേർക്കും ഇഷ്ടം അങ്ങനെ? സ്കൂൾ ടൈമിലൊന്നും റിലേഷൻഷിപ്പ് ശേഷം ഉണ്ട്. ഇപ്പോഴും ഉണ്ടോ? ഇപ്പല്ല. അത് ബിഗ് ബോസിന് പോണതിന് മുന്നേ തന്നെ ബ്രേക്കപ്പ് ആയി. ബിഗ് ബോസിൽ പോകുന്നതാണ് ഈ ബിഗ് ബോസിൽ പോയി ബ്രേക്കപ്പ് അങ്ങനെയല്ലോ ആണ്? അത് വീട്ടിലറിയാവുന്ന റിലേഷൻ ഇല്ല, ഇപ്പൊ അറിയാലോ. ഇപ്പൊ ബിഗ് ബോസ് പോയി കഴിഞ്ഞപ്പോ എല്ലാവരും. അപ്പൊ ആരും ചോദിച്ചില്ലായിരുന്നോ വീട്ടിൽ നിന്ന് ഈ റിലേഷനെ കുറിച്ചോ? അതിന് ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോഴാണ് വീട്ടിൽ അറിയുന്നത് ഞാൻ എന്റെ സെക്ഷുവാലിറ്റിനെ കുറിച്ച് വരെ. അപ്പൊ അവർ ആദ്യം സെക്ഷുവാലിറ്റി ചോദിക്കും, റിലേഷൻഷിപ്പ് ചോദിക്കും, എന്ത് ആ ഒരു കൺഫ്യൂഷൻ. അതെ, അത് ഒന്നാമത് ഇത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും. അപ്പം റിലേഷനെ കുറിച്ച് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ഇനി അടുത്ത റിലേഷനിൽ പോവാനായിട്ട് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട്? ഉറപ്പായിട്ടും. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് റിലേഷൻഷിപ്പ് ആണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അല്ല അങ്ങനെയില്ല, പോകുമ്പോ മനസ്സിലാവും. അതെ അതെ, അയ്യോ നല്ലത് സത്യം. അല്ല എന്നാലും ലവ് എന്നുള്ളൊരു എലമെന്റ് എപ്പോഴും ലൈഫിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. അതെ, കുറെ പ്രേമിച്ചിട്ടുള്ളത്. എന്നെ ആരോ ഒരാള് ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിരുന്നു, ഫാമിലി വാല്യൂസ്, ഫാമിലി എന്താണെന്ന് അറിയാത്ത ഒരാള് ആണെന്നോ അങ്ങനെ എന്തോ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും ഇപ്പൊ ഗേ റിലേഷൻ ആയാലും എന്തായാലും അതും ഒരു ഫാമിലിയാണല്ലോ. ഇപ്പൊ 2 ഗേ ആയിട്ടുള്ള പേഴ്സൺ ഒരുമിച്ച് ജീവിച്ച് അവർ മേ ബി അഡോപ്റ്റ് ചെയ്താലും അതൊരു ഫാമിലിയാണ്. അപ്പൊ ഫാമിലി എന്ന ടേമിനെ ഒരു ചുരുക്കാതെ ഒരു വലിയ ടേമായി കാണാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ അല്ലേ? അതെ. അപ്പോ എന്തോ ഞാൻ ചോദിക്കാൻ വന്നു, മറന്നുപോയി. ഞാൻ ചോദിക്കാൻ വന്നത്, അപ്പോ ഏതെങ്കിലും ഒരു ഗേള് വന്നിങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? കൊറേ കാണും അല്ലേ? ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ ഒന്നുമില്ല, എന്നാലും ഉണ്ട്. അപ്പൊ എന്താ പറയുന്നത് അവരടുത്ത്? ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെയാണോ പറയുന്നത്? ഈവൻ ആഫ്റ്റർ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എന്താണ് ഇതെന്ന് മനസ്സിലാവാതെ ഇൻസ്റ്റയിലൊക്കെ വരുന്ന, എസ്പെഷ്യലി 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികള് ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതി അയക്കുന്നു. അപ്പം ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാറ്. ഒരു കുട്ടി ലെറ്റർ എഴുതി PDF ഒക്കെ അയച്ചിരുന്നു. ഞാനത് തുറന്ന് 2 വായിച്ചപ്പോഴേക്കും ഞാൻ അടച്ചു. ബിക്കോസ് ഇത് 10ാം ക്ലാസ് 11 പഠിക്കുന്ന അവർക്ക് എന്താണ് ഗേ എന്ന് പോലും അറിയില്ല. അത് അറിഞ്ഞെങ്കിൽ അവരെന്തായാലും അയക്കില്ല, ഉറപ്പല്ലേ. ഞാനപ്പോ റിപ്ലൈ കൊടുക്കാറില്ല, കാരണം എനിക്ക് പേടി അവസാനം അവരുടെ വീട്ടുകാർ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നാ തീർന്നു. അതെ, സംസാരിക്കില്ല സ്കൂളിൽ നിന്ന് കണ്ട ഉടനെ ബ്ലോക്ക്. അയ്യോ, ഒരു പെങ്കൊച്ച് എന്റെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ്, അഭിഷേക് ചേട്ടന്റെ നമ്പർ തരോ കൊടുത്തേ. സ്കൂളായോണ്ട് എനിക്ക് പേടി, കാരണം അവർക്ക് എന്താ ഏതാ ഒന്നും അറിയില്ലാണ്ട് വെറുതെ മെസ്സേജ് അയക്കല്ലോ. ഒന്നാമത് അയച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ഇപ്പം ഇത് പറയുന്നതിന് മുമ്പ്, ഇപ്പം നമ്മൾ എന്താന്ന് പറയുന്നതിന് മുമ്പ് ഏതെങ്കിലും പെണ്ണുങ്ങൾ നിർബന്ധിച്ച് ഡേറ്റിനെ വിളിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഇല്ല. കോളേജിലായിരുന്നപ്പം ചെറിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു. മീൻസ് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഗേ ആണോ അതോ തോന്നലാണോ. ഇപ്പൊ നമ്മുടെ മലയാളികൾക്കുള്ള ഒരു ചിന്ത പോലെ തന്നെ കൂടുതൽ അട്രാക്ഷൻ പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. അപ്പം നമ്മൾക്ക് റിയലൈസ് ചെയ്തു അങ്ങനെ. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞായിരുന്നു? പറഞ്ഞായിരുന്നു. അപ്പൊ എന്ത് പറഞ്ഞു ആ കുട്ടിയോട്? ഇത് പറഞ്ഞില്ല. ആ കുട്ടി ഇത് അറിയുമ്പോൾ ആ കുട്ടിയോട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. ഓക്കെ, ഇതൊക്കെയാണ് ലവ് സ്റ്റോറി. കോളേജ് ടൈമിലെ ലവ് സ്റ്റോറിയോ? ഇത്രേ ഉള്ളൂ. ഇന്റർവ്യൂ അമ്മയും അച്ഛനൊക്കെ കാണുന്നതാണ്. ഞാൻ വേറൊരു റിലേഷൻ ഉണ്ടോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ. ബാക്കി ക്യാമറ ഓഫ് ചെയ്തിട്ട് ലൈഫിൽ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇത്രയും ഭയങ്കര വിഷമമായിട്ടൊരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വേഴ്സ്റ്റ് സിറ്റുവേഷൻ അമ്മേ, അങ്ങനെ ഭയങ്കര വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയാൻ ഒന്നുമില്ല. ഇല്ല. അയ്യോ, അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലേ? ഇതെന്ത് മനുഷ്യൻ? വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഭയങ്കര ഡിപ്രഷനായി അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. വിഷമങ്ങൾ ഒബ്വിയസ്ലി ഉണ്ടാവും എപ്പോഴും. ഇപ്പം ബിഗ് ബോസിന് അകത്തും കുറെ വിഷമം ഉണ്ടായിട്ടുണ്ട്, ബിഗ് ബോസിന് ശേഷം വിഷമം ഉണ്ടായിട്ടുണ്ട്, പലരുടെ വാക്കുകൾ വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
2 ദിവസം കഴിയുമ്പോൾ അത് ഓക്കെ ആവും. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എത്ര നെഗറ്റീവ് പറയുന്നോ എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, ക്ലോസ് ഫാമിലി ഉണ്ട്, പിന്നെ അമ്മ ചേച്ചി എല്ലാം ഭയങ്കര സപ്പോർട്ടീവാ. പിന്നെ ഇപ്പൊ ജാൻമണി ഉണ്ട്, അപ്സര ചേച്ചി ഉണ്ട്, ജാൻമണി ഉണ്ട്. ബിഗ് ബോസിന് ശേഷം ഇറങ്ങിയ ശേഷമുള്ള മാറ്റങ്ങൾ എന്തായിരുന്നു ലൈഫിൽ? മാറ്റങ്ങള് ബിഗ് ബോസിന് ശേഷം ഫസ്റ്റ് മാറ്റം എല്ലാവരും അറിയുന്നു, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നു. പണ്ട് സെൽഫി എടുക്കുന്നു, പണ്ട് നമുക്ക് തെണ്ടി തിരിഞ്ഞ് എവിടെയും നടക്കാം അല്ലേ. പണ്ട് ഏത് ചെറിയൊരു ഹോട്ടൽ റൂമിലൊക്കെ പോയി ഞാനിങ്ങനെ ട്രാവൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വല്ല ചെറിയ ലോഡ്ജ് അല്ലെങ്കിൽ ഡോംസിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യുന്നു. നമുക്ക് ഡോംസിലൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പം അത്യാവശ്യം ഒരു നല്ല സെറ്റപ്പിൽ പോകണം. അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മെസ്സേജിലും നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല. കമന്റ്സ് മാത്രമാണ് നെഗറ്റീവ്. അത് ഇപ്പം റീസെന്റ് എനിക്കിപ്പോ ജാൻമുനിയുടെ ഒപ്പം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നെഗറ്റീവ് വരുമ്പോ ജാൻമുനി റീൽ എടുക്കേണ്ട നിർത്തണം, കണ്ടിന്യൂ ആയിട്ട് വരട്ടെ, ഫെയിം അല്ലേ വരട്ടെ, അങ്ങനെയാണ്. ഞാൻ ആദ്യം നെഗറ്റീവ് വരണം നിർത്തണം എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് പൂനെക്ക് പോയാലൊന്നും വരെ വിചാരിച്ച ഒരു ടൈമില്. കാരണം നാട് വിടണം. അല്ല, എനിക്ക് അതല്ല വിഷമം. നമ്മൾ എന്താണ് റിപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ തകർക്കാൻ വേണ്ടി കുറച്ച് പേര് നമ്മുടെ പ്രൊഫൈലിൽ നോക്കിയിരിക്കുകയാണ്. അപ്പനെ സ്ക്രീൻഷോട്ട് എടുത്ത്, മനസ്സിലായില്ലേ? അപ്പൊ ലൈക്ക് എനിക്ക് ടൂ മച്ച് അങ്ങനെ ഫോക്കസ് നമ്മളെ ഒരാൾക്കാർ ചെയ്തിരിക്കണത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എല്ലാം നിർത്തി പോയാലോ എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും വൈറലാവും. നമുക്ക് എത്ര റീച്ച് വരുന്നു അത്രയും നമുക്ക് കൊളാബറേഷൻസ് വരും അല്ലേ. കൊളാബറേഷൻസ് ഇസ് ഈക്വൽ ടു മണി. അപ്പൊ ഇവരെ എനിക്ക് പൈസ അല്ലേ തന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കമന്റ് ഇട്ട്. അതെ, നെഗറ്റീവ് കമന്റ് ഇനി ഇടൂ, എനിക്കതേ പറയുള്ളൂ. അതെ, ഇവർ കൂടു. പ്രൊമോഷൻ. അതെ, ഓരോ കമന്റും റീച്ച് കൂടുന്നു, കൊളാബറേഷൻസ് വരുന്നു. കമന്റിന് ലൈക്കാ, ഇവളെ ഇഷ്ടമില്ലാത്തൊരു ലൈക്ക്, അതിന് എന്റെ റീലിലെ കട ലൈക്ക്, അതിന് നമ്മളും പോയി ലൈക്ക് കിട്ടും. അപ്പൊ ഞാൻ പോയി ഞാൻ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു കമന്റ് ഉണ്ട്. അതെ, ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞ ഫ്യൂച്ചർ പ്ലാൻ എന്തോ അതിന്? ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പം ഞാൻ ഒരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കൊച്ചിയിൽ തന്നെ, ഐബാവൻ എന്ന് പറഞ്ഞിട്ട്. ബേസിക്കലി നമ്മൾ മോഡൽസിനെ ട്രെയിൻ ചെയ്യാനും ട്രെയിനേഴ്സിനെ വെച്ച് ട്രെയിൻ ചെയ്യാൻ, പിന്നെ നമ്മൾ ഇവന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം അത് നമ്മുടെ ലോഞ്ച് കഴിഞ്ഞു. ലാസ്റ്റ് 2 weeks ബിഫോർ നമ്മുടെ ലോഞ്ച് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത മാസം നമ്മളൊരു ഗ്രാൻഡ് ആയിട്ടൊരു ഷോ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈവൻ ജാൻമുനിയുടെ ഡിസൈൻസ് ഉണ്ട്, ജാൻമുനിക്ക് ഓൺ ഡിസൈൻസ് ഉണ്ട്. എത്ര പേർക്ക് അറിയുന്നറിയില്ല. ബൊട്ടീക്ക് ആൻഡ് ഡിസൈൻസ് ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. അപ്പം നമ്മളെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ട് നല്ല രീതിക്കൊരു മോഡലിംഗിന്റെ ഒരു ഷോ നടത്താനാണ് ഇപ്പം മനസ്സിലുള്ള. ഓക്കെ. ഈ ബിഗ് ബോസിൽ നന്ദന അഭിഷേക് എന്നൊരു കോംബോ ഉണ്ടായിരുന്നു. ഞാനും നന്ദനയാണോ? അല്ലേ? ആണ്. ഞാൻ നന്ദന മറ്റേ അഭിഷേക്. നിങ്ങൾ തമ്മിൽ ഒരു കോംബോ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ആ കോംബോ വലുതായിട്ട് കണ്ടില്ല ബിഗ് ബോസ് പുറത്തോ. മേ ബി എനിക്ക് അത്ര റീച്ച് ഇല്ലാത്തോണ്ടായിരിക്കും. മേ ബി റീച്ചിലാണ് ആൾക്കാർ നമ്മളെടുത്ത് വരുന്നത്. അതാണ് മനസ്സിലാക്കിയത്. പുറത്തിറങ്ങിയ ആർക്കാണോ കൂടുതൽ ഫോളോവേഴ്സ്, ആർക്കാണോ കൂടുതൽ റീച്ച് ഉള്ളത്, അവരോട് ഫാൻസ് ഉള്ളത്, അവരോട് ഒട്ടിയ നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം. അതാണ് ബിഗ് ബോസിലുള്ള ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് എനിക്ക് മനസ്സിലായത്. സൂപ്പർ ഫ്രണ്ട്ഷിപ്പ്. എല്ലാരും ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് മൈൻഡും സ്വന്തം ലാഭം നോക്കുന്ന ആൾക്കാരുമാണ്. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങോട്ട് അഭിഷേക് ബിഗ് ബോസ് ഇപ്പൊ ഫെയിം നോക്കിയിട്ട് അവർക്ക് പോയി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമുക്ക് കാണാം, മീറ്റ് ആക്കാം, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്? ഫെയിം നോക്കിയിട്ടല്ല, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം എനിക്കതിൽ 1-2 ക്ലോസ് ആയ ആൾക്കാരുടെ അടുത്ത് നമുക്ക് ജസ്റ്റ് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു കോഫിക്ക് എങ്ങാനും പോവാൻ ചോദിച്ചിട്ട് പോവാം, നാളെ മറ്റന്നാ. പിന്നെ നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടല്ലോ, പിന്നെ ഞാൻ ആരുടെയും പിന്നാലെ പോയിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടുന്ന ജാൻമണി ഒന്ന് അനുഗ്രഹിച്ച്. ഞാനോ? അനുകരിക്കുക. അത് തന്നെ. അയ്യോ, അത് വേണോ? എന്താ പറയണ്ടേ? ജാൻമണി എങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നേരിട്ട്, അതിൽ കണ്ടില്ലേ ഉള്ളൂ. കൂടുതൽ പേഴ്സണൽ അറിയാന്നുള്ളത് അഭിഷേകിനില്ല. അപ്പൊ എന്താണ് ജാൻമണിയുടെ ബിഗ് ബോസിലെ ഡയലോഗ് പറഞ്ഞാൽ മതിയോ? ഏത് മറ്റേ എനിക്ക് പറ്റില്ല, അത് എല്ലാ കൊച്ചു പിള്ളേർക്ക് വരെ ഇവിടെ അറിയാൻ കാണിക്കാൻ. അതല്ല, അതെനിക്ക് പറയാം, ഞാനേ കണ്ടിട്ടുണ്ട്. ജാനു പറയണ കുറച്ച് മെയിൻ വേർഡുകൾ, അയ്യോ അത് ക്യാമറയിൽ പറയാൻ പറ്റില്ല. അത് പറയണ്ട. ജാനുവിന്റെ മെയിൻ വേർഡ് തെറിയാണ്, അത് ഞാൻ പറയുന്നില്ല. പിന്നെന്താ ജാൻമണിയുടെ മെയിൻ ആയിട്ട് എങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പൊ അഭിഷേകിനെ കാണുമ്പോ എങ്ങനെയാണ് ജാൻമണി ആദ്യം സംസാരിക്കുന്നത്? അത് പറയും.
എന്നെ കാണുമ്പം ഞങ്ങൾ സത്യം പറയാലോ ഞങ്ങൾ ഹിന്ദിയിലാണ് സംസാരിക്കുക. അതുകൊണ്ട് ഞാനും ജാനും ഹിന്ദിയിൽ സംസാരിക്കുക. കാരണം ജാനും മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. അതിനും ഭേദം മലയാളമാണ് എനിക്ക് കേൾക്കേണ്ടത്. ജാനു വേറെ ആളെങ്കിൽ ആരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ എന്റെ മോളെ ആവല് അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒരു സെക്കൻഡ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? അയ്യോ അത് പറഞ്ഞാൽ ഭയങ്കര ഇതായി പോവും. ആട്ടലൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ ജാൻമുനിയുടെ? അത്രയൊക്കെ തന്നെയാണ്. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പാണ്ടാരം ഇടയ്ക്ക് പറയും. അത്രയൊക്കെ തന്നെ. ഇപ്പൊ മോഡലിംഗ് ഫീൽഡില് ഇപ്പോ ഇഷ്ടം പോലെ ഗേ കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, ഞാനും ഒരു മോഡലാണ്, അപ്പൊ എനിക്കത് അറിയാം. അപ്പൊ നമ്മൾ അതിലോട്ട് പോകും. ചില ആൾക്കാർ പറയും ഇവർ മോഡലിംഗ് ആയതുകൊണ്ടാണ് അവർ ആയത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡിൽ ഇങ്ങനെ ആൾക്കാരുടെ തോട്ട് മോഡലിംഗ് ഫീൽഡിൽ ഗേ, ട്രാൻസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ പോക്ക്, ഇങ്ങനെയാണ് അവര് പറയുന്നത്. സീരിയസ്ലി ഞാൻ കേട്ടുള്ള കാര്യം. പക്ഷെ ആൾക്കാരുടെ എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പൊ ഞാൻ ഷോസ് ചെയ്യാറുണ്ട്. ഇന്നലെ ഒരു വീഡിയോ സ്റ്റോറി ഇട്ടപ്പോഴായാലും റാംബോക്കിന്റെ ആയാലും അത് പറയാൻ പറ്റത്തില്ല എനിക്ക്. അമ്മാതിരിനെ ഒരു പറഞ്ഞപ്പോ ഇവര് മോഡൽ എന്നല്ല അതിനെ പറഞ്ഞത്, വേറെയാ പറയുന്നത്. പോക്കാണ്, പടക്കളാണ്, അങ്ങനെയൊക്കെയാ പറയുന്നത്. ആൾക്കാർ അതിനെ പറ്റി എന്താ പറയുള്ളൂ? ഇപ്പൊ ഗേ കമ്മ്യൂണിറ്റി മോഡലിംഗ് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം ബെസ്റ്റ്, ഞാൻ ഇന്നലെ ഒരു വാക്ക് കണ്ടൊരു ട്രാൻസ് ആണ്, ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടില്ല. നമ്മൾ ഫാനായി. ആൾക്കാർക്ക് അവരെ കഴിവ് മനസ്സിലാവുന്നില്ല. അപ്പം ഇപ്പം അഭിഷേക് ഇപ്പൊ നിന്ന സമയത്ത് അഭിഷേകിന്റെ കൂടെ റാംബോക്കിന്ന് ഗേ ആൾക്കാർ കാണുമല്ലോ. അപ്പോ അവരാരെങ്കിലും വന്നിങ്ങനെ എനിക്ക് പറ്റത്തില്ല, ഇങ്ങനെ ഈ ആൾക്കാർ റോങ് പറയുന്നു, ബാഡ് പറയുന്നു മോഡലിംഗ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ പേഴ്സണലി പറഞ്ഞിട്ടില്ല. കാരണം ബേസിക്കലി മോഡലിംഗ് ഈസ് അബൌട്ട് കോൺഫിഡൻസ് അല്ലേ. അപ്പൊ നമ്മള് നാട്ടുകാരെന്ത് പറയുന്നു നോക്കി മോഡലിംഗ് ഇറങ്ങാൻ നിന്നാൽ നമുക്ക് എന്തായാലും പറ്റൂല. എനിക്ക് നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് ഐബാവൻഡയിൽ തന്നെ അരവിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. മെയിലാണ്, ബട്ട് ഹി വോക്സ് ഇൻ ഇത്ര പോയിന്റഡ് ആയിട്ടുള്ള ഹീൽസ് ഇട്ടിട്ട്. അപ്പം മോഡലിംഗ് എന്ന് പറയുന്നതിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ അങ്ങനെ ഇല്ല. നമ്മൾ എത്ര യുണീക്ക് ആവാൻ പറ്റും അത്രയാണ്. ഇപ്പൊ എല്ലാവരും ഒരേപോലെ നടന്നു ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ അതിലൊരു ഇതില്ല. ഇപ്പൊ ബ്രാൻഡ്സ് ആണെങ്കിലും ഇപ്പൊ LGBTQന്റെ ഒരു പ്രൈഡ് മന്തില് അതിനെ മാത്രം എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര യുണീക്ക് ആവാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. അപ്പൊ നമ്മൾ എത്ര കോൺഫിഡന്റ് ആണോ, അത് ഇപ്പൊ ഫുൾ ബോയ് വേഷത്തിൽ ലേഡി പോലെ വാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാം ഒരു ഇതാണ്. പിന്നെ ബേസിക് തിങ് ഇസ് കോൺഫിഡൻസ്. ഇഫ് യു ആർ കോൺഫിഡന്റ് നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ചില ട്രോള് കണ്ടില്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആണ് മഹാരാജ കോളേജിലേക്ക് ചില ആൾക്കാർ ക്രോപ്പ് ഒക്കെ ഇട്ട് ബോയ്സ് നടക്കും. അപ്പം ആൾക്കാരുടെ തോട്ടം വെച്ചാൽ അങ്ങനെയുള്ളവരാണ് ഗേ. ഷർട്ടും പാൻറ് ഇടുന്നവരൊക്കെ അങ്ങനെയല്ല. ഇപ്പൊ ഗേ എന്ന് പറയുമ്പോഴത്തേക്കും ക്രോപ്പും കാര്യങ്ങളും ഇടും. ഇപ്പൊ അഭിഷേകിന്റെ ഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ വെരി യൂണിക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണൽ അടിപൊളി ഡ്രസ്സിങ് സെൻസ് ആണ്. ചിലവർ ഡ്രസ്സ് വെച്ചിട്ട് ചിലപ്പോൾ മനസ്സിലാക്കുന്ന ആൾക്കുണ്ട് ഗേ അങ്ങനെ. അപ്പൊ അതെന്താ അതിനെ പറ്റി? അഭിഷേക് ഇങ്ങനെ ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ളതാണോ, നോർമലി ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്? എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ല. എനിക്ക് കുറച്ചും കൂടി മാൻലി അങ്ങനെ ഡ്രസ്സിംഗ് ആണ് ഇഷ്ടം. അപ്പൊ അത് ഓരോരുത്തരുടെ, ഇപ്പം ഏഞ്ചലിന്റെ തന്നെയാണെങ്കിൽ ഇപ്പൊ ഏഞ്ചൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനെ നെഗറ്റീവ് കമന്റ്സ് ഇടാനും ആൾക്കാരുണ്ടായിരിക്കും. അപ്പം അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ പറയാ, അവര് കോൺഫിഡൻസ്, നമ്മൾ എന്താണ് നമുക്ക് കംഫർട്ടബിൾ, എന്താ നമ്മൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെയാണ് ഇപ്പം അത്ര അധികം ഇല്ലാത്ത. കൊച്ചിയിൽ ഞാൻ പിന്നെയും കണ്ടു. നമ്മുടെ തൃശ്ശൂരൊന്നും അങ്ങനെ വേറെ ഇങ്ങനെ ഡ്രസ്സിംഗ് ഒന്നും ഇല്ല. കൊച്ചിയിൽ ഇവിടെ കോളേജും കാര്യങ്ങളും ഇവിടെ കൂടുതലുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് സംഭവം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും മൂവിങ് ആയിട്ടുള്ള വേറെ സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും ഒരു സീനില്ല. പുറത്തോട്ടൊക്കെ നോർമലാണ്. ഇവിടെ ഉള്ളവർക്കാണ് ഈ കമന്റ്, പുറത്തോട്ടുള്ളവരൊന്നും കമന്റ് ഇടുന്നേ ഇല്ല. സത്യം. പുറത്ത് മുംബൈയിലൊക്കെ പാർട്ടീസിൽ പോകുമ്പോ ഇങ്ങനെ ഇപ്പൊ ഏഞ്ചൽ ഇട്ടിങ്ങനെ ഡ്രസ് ഇട്ട് വരുന്ന ആണുങ്ങളുണ്ട്. അപ്പൊ അത് ആൾക്കാര് ജഡ്ജ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഞാൻ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഞാൻ പുറത്തോട്ട്, ഇന്ത്യക്ക് പുറത്ത് അവിടെ ഭയങ്കര നോർമലാ, അതൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ ആൾക്കാർക്കാണ്. പിന്നെ നമുക്കിത് ഒരു ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല. കാരണം ഇത് പാരമ്പര്യം കുറെ ആളുകളായി പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുള്ളതാ. അപ്പൊ നമ്മള് മാക്സിമം എപ്പോഴെങ്കിലും ലൈഫിൽ തോന്നിട്ടുണ്ടോ എനിക്കിത് മാറി, എനിക്ക് ഇത് മാറ്റണം എന്റെ മൈൻഡിങ്, പക്ഷെ മാറുന്നില്ല, പക്ഷെ എന്നാലും ട്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ പോയിന്റിൽ? എന്തോ എന്റെ സെക്ഷുവാലിറ്റിനെ മാറ്റണം, അത് ഇനീഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തായാലും നമ്മുടെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതൊന്നല്ല എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ തോന്നിയിരുന്നു. പിന്നീട് വിചാരിച്ചു നമ്മളല്ലാതെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ നമ്മളായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം ജീവിക്കുന്നത്. ഇതാണ് ഹാപ്പി ആരെന്ത് പറഞ്ഞാലും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഓപ്പൺ ആയി പറയണമെന്നില്ല. ഇപ്പം
നിങ്ങളൊരു ഗേ ആണെന്ന് വെക്കുക, നിങ്ങൾക്ക് അത് എല്ലാവരോടും പറയണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ പ്രൈവറ്റ് ലൈഫായിട്ട് ജീവിക്കാം, അത് അപ് ടു ദം. അപ്പം ഞാനിത് അതെ അതെ, അപ്പൊ അങ്ങനെ പറയണമെന്ന് ഞാൻ ആരോടും പറയാം, എല്ലാവരോടും കം ഔട്ട് ചെയ്യണം എന്നും പറയണില്ല. ഇപ്പൊ എല്ലാവർക്കും അത് ഫേസ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരിക്കില്ല. ഇപ്പൊ എത്രയോ പേര് സൂസൈഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ കംഫർട്ടബിൾ അതുപോലെ നമ്മൾ ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് എനിക്ക് ലോസ് ചെയ്യാനൊന്നുമില്ല, എനിക്ക് ഇതുകൊണ്ട് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഇന്റർവ്യൂ കഴിയുമ്പം എന്തായാലും പക്ഷേ കമന്റ് സെക്ഷൻ നോക്കും. കമന്റ് ഇങ്ങനെ റോങ് വരുമോ, റോങ് വന്നയോ ഇങ്ങനെയാണെന്ന് വിചാരിക്കോ? ഇല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇല്ല. എന്ത് വേണം കാരണം എനിക്ക് നല്ലൊരു ക്ലാസ് കിട്ടി. ഞാൻ ഈ തെറി വിളി ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ച് ഇരുത്തി. ബബിൻ ചേട്ടനുണ്ട്, ജാൻമുനിയുടെ ഫ്രണ്ടാണ്, സീരിയലിലൊക്കെ ഉണ്ടായിരുന്നു, മിസ്റ്റർ കേരളൊക്കെ ആയിരുന്നു. ബബിൻ ചേട്ടന്റെ വൈഫുണ്ട് ഫെമി ചേച്ചി, അവരെല്ലാരും കൂടി എന്നെ വട്ടമേശ സമ്മേളനം ഇട്ട് എനിക്ക് പറഞ്ഞു തന്നു, നീ തിരിച്ച് തെറി പറയരുത് കുറയ്ക്കുന്നവരൊക്കെ അടിച്ചിട്ട്. അപ്പൊ ഞാൻ ഓക്കെ, അവര് നിനക്ക് PR വർക്കാണ് ഫ്രീ ആയി ചെയ്തു തരുന്നത്. അപ്പൊ അതെന്റെ മൈൻഡിൽ കയറി. എനിക്കിപ്പം ഞാനിപ്പോ മാക്സിമം തെറി കിട്ടാനുള്ള കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ ആരുടെയെങ്കിലും? അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും? അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യാനല്ല, ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. ഫേക്ക് അക്കൗണ്ട് പിന്നെ എന്തിനു സ്റ്റോക്ക് ചെയ്യാനല്ലെങ്കിൽ? ഫേക്ക് അക്കൗണ്ടിന് വേറെ പല ഉദ്ദേശങ്ങളുണ്ട്. എല്ലാം പറയാൻ പറ്റുമോ? ഞാൻ എന്ത് ചോദിക്കുന്നത്? ഇപ്പൊ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ടിക്കുള്ള അക്കൗണ്ടിൽ നമുക്ക് എല്ലാരും കയറി ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ചിലവരെ ഫോളോ ചെയ്യാൻ നമുക്കൊരു ഫേക്ക് അക്കൗണ്ട്, അത് ഞാൻ പറയില്ല. അല്ല, നമ്മളെ തെറി കമന്റ് ഇടുമ്പോ നമുക്ക് തിരിച്ച് തെറി കമന്റ് ഇടാൻ ഒരു അക്കൗണ്ട് വേണ്ടേ? അവരുടെ അക്കൗണ്ട് പോയിട്ട് ഫേക്ക് അക്കൗണ്ട് അവർക്ക് പോയിട്ട് കമന്റ് ഇടും. അതെ, നമുക്കത് അല്ല, അവര് അങ്ങോട്ടല്ല, എല്ലാവർക്കും പ്രശ്നം. ഫേക്ക് അക്കൗണ്ട്സ് വന്ന് പറയുന്ന തെറി ആർക്കും ഒരു പ്രശ്നമില്ല. അത് ബ്ലൂടിക്കൽ അക്കൗണ്ടിൽ നിന്ന് റിപ്ലൈ കൊടുക്കുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയി. അപ്പൊ നമ്മളൊരു ഫേക്ക് അക്കൗണ്ട് എടുത്ത് നമ്മളും തെറി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിന് സന്തോഷം, ഒരു മനസ്സുഖം. അപ്പോ ഇപ്പൊ ഏതെങ്കിലും പുറത്തു പോകുമ്പോ ചേട്ടൻ എനിക്ക് ക്രഷാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടോ? പുറത്ത് പബ്ലിക്കലി അങ്ങനെ പറഞ്ഞു വരുമ്പോ തോന്നത്തില്ലേ ക്രഷ് എന്നൊക്കെ പറഞ്ഞു എന്തോ പറഞ്ഞ വിഷമിച്ച് വിടണ്ട കൊച്ചിനെ? അങ്ങനെ പെങ്കൊച്ചോ? ഇല്ല, അങ്ങനെ വരുന്ന ഇതൊന്നുമില്ല. ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നല്ലാതെ അങ്ങനെയൊന്നുമില്ല. മെസ്സേജസും അങ്ങനെ വന്നിട്ടില്ല? മെസ്സേജസ് വരും, പക്ഷെ ഞാനത് റീഡ് ചെയ്തിട്ട് പിന്നെ അൺറീഡ് മോഡിലിടും. ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അൺറീഡ് ഇടാം. റീഡ് ചെയ്തെല്ലാം നോക്കുക, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അൺറീഡ്. നമുക്ക് മാത്രമേ അൺറീഡ് വരൂ, അവർക്ക് അൺറീഡ് വരത്തില്ല. അപ്പൊ മൂഞ്ചി ഗൈസ്, ഞാൻ ഇത്ര നാള് വിചാരിച്ചത് അവർക്ക് അൺറീഡ് ആവുന്ന. ഇല്ല, ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലായത് നമുക്ക് നമ്മളുടെ ഒരു നിക്കത്തേ ഉള്ളൂ, നമുക്ക് സീനാണ്. ഞാൻ അങ്ങനെ ചെയ്യും. അപ്പൊ കുറെ പേര് വിഷമിച്ചു, സോറി. അങ്ങനെ അതും പോയിന്റിലും ചെയ്തോണ്ടിരുന്നേനെ. ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്, വായിക്കും അൺറീഡ് ഇടും. അപ്പൊ അവര് വിചാരിക്കും കണ്ടിട്ടില്ല, പാവം കുറെ തിരക്കാണ്. ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. പിന്നെ എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നപ്പോ ഞാൻ എന്തോ ചുമ്മാ അൺറീഡ് കൊടുത്തു, ചാറ്റ് ഞാൻ ആർക്ക് റിപ്ലൈ കൊടുക്കൂലെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്. അപ്പൊ ഞാൻ എനിക്ക് മറ്റേ അക്കൗണ്ട് നോക്കിയപ്പോ സീന. പിന്നെ മനസ്സിലായ അൺറീഡ് അങ്ങനെയാണെന്നുള്ള കാര്യം. അങ്ങനെ അതും പോയി. ഓക്കെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഏതെങ്കിലും ഗേ ആൾക്കാർ വന്ന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഐ വാണ്ട് ടു മീറ്റ് യു, അല്ലെങ്കിൽ ഡേറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഒരുപാട്. ആഫ്റ്റർ ബിഗ് ബോസ് വെരി മിനിമൽ, ബിഫോർ ബിഗ് ബോസ് ആഫ്റ്റർ ഒളിച്ചും പാത്തല്ല, കണ്ടാലോ ആരെങ്കിലും ഒക്കെ. അല്ല, ഡേറ്റിങ്ങിൽ പോവാ എന്ന് പറയുന്നത് ഒരു തെറ്റല്ലല്ലോ. ലൈക്ക് നമ്മള് മീറ്റ് ചെയ്യുന്നു, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, കോഫി കുടിക്കുന്നു, അത്രയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം നമ്മളൊരു ബിഗ് ബോസ് കഴിഞ്ഞ് നമുക്കങ്ങനെ നമ്മളൊരു കുറച്ച് അറിയുന്ന ഒരാളാവുമ്പം നമുക്ക് ചെറിയൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അയ്യോ, ഒരു ദിവസം ഇറങ്ങി, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇറങ്ങിയ ടൈമിൽ, ബിഗ് ബോസിന് ഇറങ്ങിയ ടൈമിൽ ഞാൻ എന്തോ ഒരു ഓട്ടോ കയറി പോയായിരുന്നു. അപ്പൊ ഒരു ചേച്ചി വേഗം എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം, ഓട്ടോയിൽ കയറി പോണതൊക്കെ. ഇനി നാളെ മറ്റേ യൂട്യൂബില് അഭിഷേക് പോണത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത് സത്യം. അപ്പം ഇപ്പൊ പക്ഷെ കുറഞ്ഞു, ആ ഒരു ഹൈപ്പ് ഇറങ്ങണ സമയത്ത് ഉണ്ടാവും ഗ്രാജുവലി. ഓരോ ട്രോൾ പേജിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പം ജാൻമണി ആയപ്പം വീണ്ടും എയറിലായി. വിളിച്ചോക്കട്ടെ. എനിക്ക് പറ്റില്ല, ആങ്കറിനെ വിട്, ആങ്കറിനെ ഇപ്പൊ കൊല്ലും. ജാനു എവിടെയാ? ഞാൻ ഈ ഇന്റർവ്യൂവിന് വന്നിട്ട് ആകെ സീൻ. ജാനു
ഇവരെ ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മളെ കുറിച്ച് എന്താണ്, നമ്മുടെ റിലേഷൻ ജാനു എൻ്റെ ഭാര്യയാണോ എന്നൊക്കെ ഉള്ള ടൈപ്പിലുള്ള ചോദ്യം. ഞാൻ പകുതി വെച്ച് നിർത്തിയിട്ട് ഞാൻ ആലോചിച്ചിട്ട് സംസാരിക്കാം. എന്താ ചെയ്യണ്ടേ? അതെ, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഞാൻ മൈക്കൂരി വെച്ച് ഇറങ്ങി ഞാൻ പുറത്തിരിക്കുക. എന്താ ചെയ്യണ്ടേ ഇനി? And if you cannot give the respect when we are doing something, shoots or something, having fun, and we are doing something. If you people are not understanding that the fun factor, then I don't have any answer to give you people. But the one thing is there. Next time when people are calling, to ask something what people, because now it's viral, no? So they want their content. അതെ. So you ask them. So if it's anything happening, I will invite you people for that. Now it's a joke. We are just having fun. Nishana വന്നല്ലോ അവിടെ. എവിടെ? അതിലല്ലേ, റീലല്ലേ? It's a resort show and we are doing like a couple. So എന്താ പറഞ്ഞ നിഷാന വന്നല്ലോ. ഇപ്പൊ നിങ്ങളെ ഗാബ്രി ജസ്റ്റിനിക്ക് എന്താണ് ചോദിക്കില്ലാത്ത എങ്ങനെ പറഞ്ഞു? അതെ. അല്ല, അവര് പറയുന്ന റിലേഷൻ ആണെന്ന് പറഞ്ഞാൽ വൈറലാവുന്ന, അങ്ങനെ പറയണോ? അവര് പറയുന്ന റിലേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വൈറലാവും, അങ്ങനെ ഒന്ന് പറയാമോ, പൈസ തരാന്നൊക്കെ പറയുന്നു. അങ്ങനെ പറയണോ? പറയട്ടെ? ജാനു, ഇതൊരു പ്രാങ്ക് ആയിരുന്നു ജാനു. താങ്ക് യു ജന്മന്. അപ്പൊ ഗായ്സ്, അവര് റിലേഷനാണ്. ചേട്ടാ ഇത് ക്യാപ്ഷൻ ആയിരിക്കണം. ജാനു തീർന്നു. പ്രാങ്ക് ആയിരുന്നു, ഇവര് പറ്റിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ, ഇന്റർവ്യൂടെ ഇടയിലാ. ഇത് കട്ട് ചെയ്യണം. എന്തെങ്കിലും ചോദിക്കണോ? ഹായ് ജാൻമൻ ചേച്ചി. ഹലോ. വൈറലാക്കുന്നു. ഞാനിപ്പോ എയറിലാവും. അങ്ങനെ ആയപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ക്യാപ്ഷൻ ഇട്ടെ, ജാൻമണി അഭിഷേക് കല്യാണം കഴിക്കാൻ പോണു, സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. ये बोल देना अभिषेक, तुम बोल देना कि हमारा हनीमून का स्पॉन्सरशिप है बरकत. അത് ഞാൻ പറഞ്ഞു ജാനു. ഇതെന്ത് പറഞ്ഞു? ഞങ്ങളുടെ ഹണിമൂണിന്റെ സ്പോൺസേഴ്സ്. എനിക്കാണെങ്കിൽ ഹിന്ദി പറഞ്ഞ ജാൻമണിന്റെ മലയാളവും മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്താ മനസ്സിലായി? ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ലേ മോളെ? ജാനു ജാനു ആട്ടല്ലേ. എനിക്ക് കേരളാവും, എനിക്ക് ഹിന്ദി അറിയത്തില്ല. അതാണ് പ്രശ്നം. അറിയണം, പഠിക്കണം. ജാൻമണി ചേച്ചി പഠിപ്പിച്ചു തരും. അടുത്ത ഇന്റർവ്യൂ ജാൻമണി ചേച്ചി എന്താണ് പറയാനുള്ളത് ഞാൻ ചോദിക്കാം. ഓക്കെ. എനിക്ക് നബി വിളിച്ച് ഇന്റർവ്യൂല് ഉണ്ടോ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അപ്പത്തെ കോൾ വിളിച്ചത് എനിക്ക് മനസ്സിലായി. അഭിഷേക്ക് പറഞ്ഞ അഭിഷേക് കളത്തപ്പോ ഞാൻ മൈക്ക് ഊരി പുറത്തേക്ക് വെച്ച് അതിന് പൈസ കൊടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ കെട്ടിയിടം ഇതോടെ ആദ്യം പറഞ്ഞ സാധനം തന്നെ മതി. അപ്പൊ താങ്ക് യു ജാൻമണി ചേച്ചി. ഇപ്പൊ എന്തായാലും വിളിക്കാം. ഓക്കെ ജാനു, മിൽത്തെ. ബൈ ബൈ. ബബ്ബായി ഉമ്മ എന്നൊക്കെ പറയുന്നതൊക്കെ ഇടാനുള്ള. അപ്പൊ ഗായ്സ്, അപ്പൊ പൈസ കിട്ടിയാൽ സമ്മതിക്കും, അതായിരിക്കും ഇത് ടൈറ്റിൽ. അല്ല, പൈസ കൊടുത്ത് ജാൻമണിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ജാൻമണി പറഞ്ഞോളാൻ പറഞ്ഞു. എന്നിട്ട് പൈസ അത് എന്നെ ഉദ്ദേശിച്ചാണ്. അതെ, എന്നെ മാത്രം വിളിച്ചതിൽ സന്തോഷിക്കുക. അത് അവിടെ നിന്ന് വിളിച്ചത് തോന്നുന്നു. മറ്റൊന്നും പറയല്ലേ. എനിക്ക് മലയാളത്തിൽ സംസാരിച്ചോണ്ടായിരിക്കും. മലയാളത്തിൽ ഡൗട്ടായി. ഹിന്ദി ഞാൻ ഇന്ന് വരെ മലയാളത്തിൽ സംസാരിച്ചില്ല. ഫോൺ ഹിന്ദിയിൽ ഇപ്പൊ തെറി നമുക്ക് മനസ്സിലാകത്തില്ല. ഹിന്ദി തെറി വിളിച്ച അതും ഭയങ്കര ഫോർമൽ ആയിട്ട് സംസാരിച്ചേ. ടെൽ ദം ഡോണ്ട് ഡു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു വശവശം ഉണ്ടല്ലോ. ഇന്റർവ്യൂന്ന് പറഞ്ഞ എന്തിനാ എല്ലാം പറയൂല്ലേ? അപ്പൊ ഇന്റർവ്യൂ ഞാൻ ജാനുന്റെ വീട്ടിൽ നിന്ന് വരുന്നേ. ആണോ?
നോട്ട് ദ പോയിന്റ്. ജാനുന്റെ വീട്ടിൽ ഇതെല്ലാം ഞാൻ തൃശ്ശൂർക്കാരനാ. കൊച്ചി വരുമ്പോ ജാനുവിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകുന്ന ഇതൊക്കെ സീനാണെന്ന് പുറത്ത് സേവ് ദ ഡേറ്റ്. ഇങ്ങനെ ഫോട്ടോ വെക്കാം തമ്മില് ജാൻ ചേച്ചിയുടെ ഇങ്ങനെ. അയ്യോ, എന്റെ അമ്മൂമ്മ, എന്റെ ഗ്രാൻഡ് മദർ ഇത് കണ്ടിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ ഭയങ്കര വിഷമം. ഇങ്ങനെ യൂട്യൂബിൽ കണ്ടല്ലോ അഭിഷേകും ജാൻമോനിയും വിവാഹിതരാവുന്നു. ഞാൻ പറഞ്ഞു അതൊരു തമാശയാണെന്നുള്ള മനസ്സിലാക്കാൻ. ഇത് വിശ്വസിക്കുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട് യൂട്യൂബിൽ എഴുതുന്നത് തമ്മില് മാത്രം. അതാണ് നമുക്ക് വേണ്ടത്. ഇന്ന് ഇതിനായി ഇതെങ്ങനെ ഇടും. അപ്പൊ ആൾക്ക് കല്യാണമായോ കല്യാണമായോ അപ്പൊ ആൾക്കാർ അത് അമർത്തല്ലേ. കൊള്ളാം. ഞാൻ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, വിഷമിക്കുന്ന കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. ഇറങ്ങി പോകാനൊന്നും എനിക്കൊന്നും വിഷമാവുന്നില്ല. കല്ലാണെ കുത്തി എന്നതിലൊക്കെ പറയുന്നത് എന്തോ പറയാ എനിക്കറിഞ്ഞു. അങ്ങനെ കുത്തി വെച്ചു. ഓക്കെ, അപ്പോ ഇനി ഒന്നുകൂടി ബിഗ് ബോസിൽ പോയാൽ കൊള്ളാം എന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് മീൻസ് അതുപോലെ എനിക്ക് ഇനി കുറച്ചുകൂടി നല്ലപോലെ റിയാക്ട് നല്ലപോലെ ഗെയിം കളിക്കണം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഉണ്ട്. ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് കൊടുത്ത ഇന്റർവ്യൂസിലൊക്കെ ഞാൻ ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. എനിക്കിനി പോകണ്ട ബിഗ് ബോസിൽ. കാരണം ഞാൻ ആ സമയത്തുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലല്ല ഞാൻ ഇപ്പം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം, എന്തെവിടെ പറയണം, ആരെയും ഒന്നും നോക്കാതെ എങ്ങനെ പറയണം, എല്ലാരും എങ്ങനെ നിന്നേന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇനി ഒന്നും കൂടി പോയി കഴിഞ്ഞാൽ മേ ബി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഹിന്ദി ബിഗ് ബോസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഹിന്ദി അറിയത്തില്ല, ജാൻമോനി ഹിന്ദി ബിഗ് ബോസിൽ ട്രൈ ചെയ്യാൻ നിൽക്കുക. ജാൻമോനി പോയാൽ മറ്റേ രാഖി സാവന്തിന്റെ ഒക്കെ ലെവലെത്തും. എനിക്ക് പറ്റില്ല വീട്ടിൽ പോകണമെങ്കിൽ ഹിന്ദി പറയും. എനിക്ക് പറ്റില്ല വീട്ടിൽ പോകണം. അത് വരില്ല. പിന്നെ മലയാളം അവർക്ക് അറിയാത്ത ലാംഗ്വേജ് ആകുമ്പോഴല്ലേ കുറച്ച് ഫണ്ണായിക്കൊണ്ടിരുന്നു. ഫുള്ള് ഇങ്ങനെ നോർമൽ എല്ലായിടത്തും സംസാരിക്കുന്ന അവിടെ എല്ലായിടത്തും അവരുടെ മലയാളം ഇങ്ങനെയാ. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയത് ഒരു മലയാളി അല്ലാണ്ട് തന്നെ അവര് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ വേർഡ്സ് ഒക്കെ കറക്റ്റാ. ഒരു ദിവസം പറയാണ് അക്ഷയപാത്രം എന്ന്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി, ഒരു നോൺ മലയാളിക്ക് എങ്ങനെയാ അക്ഷയപാത്രം എന്നുള്ള വേർഡ്. പിന്നെ നമ്മൾ സാധാ കൊളോക്കിയൽ ആയിട്ടുള്ള ആൾക്കാർ പറയും എന്റെ കൊടുങ്ങല്ലൂരമ്മേ, അങ്ങനെയൊക്കെ അവര് സംസാരിക്കുന്നേ. പിന്നെ 15 ഇയേഴ്സിന്റെ അടുത്ത് ആയി. അതുകൊണ്ട് നല്ല രീതിയിൽ മലയാളം പറയും. പക്ഷെ നമുക്കതൊരു ഫൺ ആയിട്ട് തോന്നുന്നു മാത്രം. ഇപ്പൊ എനിക്ക് വേറൊരു കാര്യം ചോദിക്കണം. ഇപ്പൊ കുറെ ആൾക്കാർ മൈൻഡിൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കുണ്ട്, ഞാനൊരു ഗേ ആണ്, ബട്ട് ഞാനിത് എങ്ങനെ പുറത്ത് പറയും, ഇത് പറഞ്ഞ വിഷമം എന്താണ്, വീട്ടിലെ പ്രശ്നം, അതുപോലെ തന്നെ സൊസൈറ്റി, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എത്രയൊക്കെ ഇതുകളുണ്ട്, പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നിയിട്ടുള്ള ബേസിക്കലി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇടയ്ക്ക് മുന്നോട്ട് വന്ന ഇപ്പം ഐ തിങ്ക് പിന്നിലോട്ടാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈവൻ റിലീജിയസ് ആസ്പെക്ട്സ് ആയാലും ഹിന്ദുയിസത്തിലോട്ടും ഇപ്പൊ BJP അതൊക്കെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. അല്ല, അവരുടെ കൺസെപ്റ്റ്സ് ആയാലും എനിക്ക് പുറകിലോട്ട് പോകുന്ന ആശയങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു ഫോർവേഡ് അല്ല നമ്മുടെ കൺട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആവുമ്പം ഇനിയും ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ഒന്നും ഈസി ആയിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്ര മൈൻഡിന് ഇതില്ലെങ്കിൽ, കട്ടിയില്ലെങ്കിൽ നെവർ ഡു ദാറ്റ്. കാരണം അവസാനം ഞാൻ നാളെ കെയിം ഔട്ട് ചെയ്തു, പിറ്റേ ദിവസം സൂസൈഡ് ചെയ്തു എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് മനസ്സമാധാനത്തോടെ പേഴ്സണലായി ജീവിക്കുക, വെരി പ്രൈവറ്റ് ആയിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കുക, അത്ര തന്നെ. ഓക്കെ, അപ്പൊ അതാണ് അതിനെ പറ്റി പറയാനുള്ളത്. എന്ത് പറഞ്ഞാൽ ക്യൂട്ട്നെസ് ഇതൊന്നും ഇടൂല, അതൊക്കെ കട്ട് ചെയ്യല്ലേ പുറത്തെ. വലിയ ക്യൂട്ട്നെസ് ഇടും, നോക്കണ്ട അത് ഇടൂല. അതെല്ലാം ഇങ്ങനെ എന്താണ് ഗവൺമെന്റ് റിലേഷനാണ്. ക്യൂട്ട്നെസ് ഇടും, ഞാൻ ക്യൂട്ട്നെസ് എന്നും ഇടുന്നത്, എന്നെ ഒന്നും ഇടാറില്ല. ഞാൻ ക്യൂട്ട്നെസ്സാണോ പറയുന്നത്? അതെ അതെ, ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചെന്നൊക്കെ. ഞാൻ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഗേ ആയിട്ട് അഭിനയിക്കുന്നതാണെന്ന് പറയുന്നവര് വരെ ഉണ്ട്. ഒരു പക്ഷം കുറച്ച് ആൾക്കാര് മീൻസ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഗേ ആണെന്ന് നുണ പറഞ്ഞ് കയറി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവര് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റേ ക്രോപ്പ് ടോപ്പിലല്ലോ ഞാൻ നടക്കുന്നത്. അതിലോട്ട് എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു എല്ലാം ഒരു ജനറലൈസേഷൻ ആവുമ്പോഴാ പ്രശ്നം. ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിറ്റിനെ മൊത്തം പറയുന്നത് ഒരു ജനറലൈസേഷൻ അല്ലേ. എങ്ങനെ മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് ഡൗട്ടാണ്. എന്റെ കുറെ പെമ്പിളർ എന്റെ അടുത്തൊന്നും ഡേറ്റ്. ഒരു ആദില നോറേനെ അറിയോ? ആദില നോറ ലെസ്ബിയൻസ്. എനിക്കറിയാം. അല്ല, എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര കമ്പനിയായിട്ട് മെസ്സേജ് ഒക്കെ റീലൊക്കെ ഉണ്ട്, കാണാനൊക്കെ അടിപൊളിയായിരിക്കും. നമുക്ക് റൂം എടുക്കാം ഇങ്ങനെ.
എനിക്ക് കൊച്ചി വന്നതിന് ശേഷം കുറെ ഗേൾസ് ഒക്കെ എന്നെ പ്രപ്പോസ് ചെയ്യും, എന്നെ ഇഷ്ടമാ അങ്ങനെ ഇങ്ങനെ പറയും. അപ്പൊ എനിക്ക് ഏത് ഗേൾസ് ഇപ്പൊ സംസാരിക്കാൻ വന്നാലും ഞാനിപ്പോ ഇങ്ങനെ മനസ്സിലാക്കും, അങ്ങനത്തെ ഒരു തോട്ടുണ്ട് എനിക്ക്, ഇങ്ങനെ മനസ്സിലാക്കും. പിന്നെ എന്റെ അടുത്ത് പറയും ഓപ്പൺലി. അപ്പൊ ഞാൻ താല്പര്യമില്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ്, അല്ലാതെ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. എന്തു ചെയ്യാൻ ഇങ്ങനെ ഇരിക്കും, അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു കാര്യമാണ്. അത് മാത്രമേ എനിക്ക് മനസ്സിലാക്കും. നമുക്ക് ഏത് നമുക്ക് ചിലർ കാണുമ്പോഴത്തേക്കും ഒരു പെരുമാറ്റം, പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് എനിക്ക് മനസ്സിലായ ഒരു ഇപ്പം ലെസ്ബിയൻസ് തന്നെ, ഒരു പെൺകുട്ടി തന്നെ കുറച്ച് മാൻലി ആയി കഴിഞ്ഞാൽ ടോം ബോയ്ന്നേ പറയുള്ളൂ അല്ലേ, പക്ഷെ ഒരു ആൺകുട്ടി കുറച്ച് ഫെമിനിൻ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗേ ആക്കി അവനെ പിടിച്ച് അല്ലേ. അതാണ് ഇപ്പം ട്രാൻസ് എന്ന് പറഞ്ഞാലും അവർ വേറെ ഇത് തിങ്ക് ചെയ്യുന്നത്. അതെ, പക്ഷെ പെൺകുട്ടി ആയി കഴിഞ്ഞാൽ നല്ല ഉച്ചിനുള്ള പെൺകുട്ടി. ക്യൂ എന്ന് വെച്ചാൽ ക്യൂർ എന്നാണ്, അതൊരു അംബ്രല ടേം, ലൈക്ക് LGBTQI. അത് മഴവില്ല് ഇസ് ദ സിമ്പിൾ, 7 വിബ്ജിയോറാണ് അതിന്റെ സിമ്പിള്. അംബ്രല ടേം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ ഞാനൊരു ക്യൂർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഏതും ആവാം, മനസ്സിലായില്ലേ, LGBTQI ഏതും ആവാം, അങ്ങനെയുള്ളൂ. പ്ലസ് മീൻസ് നമുക്കറിയില്ല ഇനി എന്താണ് വരാനുള്ളത്, എല്ലാം ദൈവത്തിന്റെ ഇതല്ലേ, ഇതാണല്ലോ. അതെ, ഓക്കെ. അപ്പോ എന്തായാലും അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് ബിഗ് ബോസ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും അഭിഷേകിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുക്കും, കാരണം ഞാൻ ഇപ്പോഴാണ് ഇതിലോട്ട് വന്നത്. അപ്പം ഐ എം വെരി ഹാപ്പി. അപ്പൊ എന്തായാലും ഇന്റർവ്യൂ അടിപൊളിയായിരുന്നു. ഞാൻ ക്യാപ്ഷൻ പൊളിക്കും, ജാൻമണി റിലേഷൻ, ജാൻമണിയുടെ പടവും ഇവര് തമ്മിൽ വിവാഹിതനാവാൻ പോകുന്നു. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്.